ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വെളിപ്പാട് പുസ്തക പഠന പരമ്പരയുടെ 69ാമത്തെ ക്ലാസ്സിലേക്കാണ് 2026 ഫെബ്രുവരി മാസം 24-ാം തീയതി നാം പ്രവേശിച്ചിരിക്കുന്നത്. ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. തുടർന്നുള്ള ദൈവവചന ചിന്തയ്ക്കായി കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ച് നിർത്തിയിരുന്ന വിഷയത്തിൻ്റെ തുടർ ചിന്തയിലേക്കാണ് പ്രവേശിക്കുന്നത്. അത് 7 ഇടിനാദത്തിൽ മറഞ്ഞിരിക്കുന്ന 7 ദിവസങ്ങൾ ഏതൊക്കെയാകുന്നു എന്നുള്ളതിനെ കുറിച്ച് വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായത്തിൻ്റെ 11-ാം അധ്യായം 15 മുതലുള്ള വാക്യങ്ങൾ 18 വരെയുള്ള വാക്യങ്ങളെ ആസ്പദമാക്കി 7 ദിവസങ്ങൾ നമ്മളതിൻ്റെ അകത്തുനിന്ന് വേർതിരിച്ചെടുത്തതിനെ കുറിച്ചാണ് കഴിഞ്ഞ ദിവസം ചിന്തിച്ചത്. പക്ഷെ അത് ആ ഒരു പാരഗ്രാഫ് വായിച്ചാൽ അങ്ങനെ പെട്ടെന്ന് അത് മനസ്സിലാക്കിയെടുക്കാൻ കഴിയത്തില്ല. അത് വായിച്ചാൽ അതിൻ്റെ അകത്തുനിന്ന് അങ്ങനെ ഒരു 7 ദിവസം അതിൽ അടങ്ങിയിരിക്കുന്നുണ്ട് എന്നുള്ളത് പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കത്തില്ല. എന്നാൽ അത് ഉണ്ടെന്നുള്ളത് ഇന്നലെ നമ്മൾ അത് മനസ്സിലാക്കിയെടുത്തിരുന്നു. എന്നാൽ അതിൻ്റെ അകത്ത് വിവിധ ഭാഷകളുടെ ട്രാൻസ്ലേഷനിലുള്ള വ്യത്യാസങ്ങളുള്ളത് കൊണ്ട് നമ്മൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അതുമായിട്ട് പൊരുത്തപ്പെടുന്നതാണോ എന്നുള്ളതിൻ്റെ ഒരു വ്യക്തത അല്ലെങ്കിൽ അതിൻ്റെ ഒരു എവിഡൻസ് കൂടി നൽകി തെളിവ് കൂടി നൽകി പഠിപ്പിച്ചെങ്കിലേ അതിനുള്ള ആധികാരികതയുള്ളല്ലോ. അതുകൊണ്ടാണ് ഇന്ന് രാത്രി അതൊന്നുകൂടി ഞാൻ എടുത്തിട്ട് ചിന്തിക്കുന്നത്. ബാക്കി ഈ പറയുന്ന ദിവസങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ അതേക്കുറിച്ച് മറ്റ് ഇതര പ്രവചന ഭാഗങ്ങളിലൊക്കെ പറഞ്ഞിരിക്കുന്ന വചനങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കും. എന്നാൽ ഇവിടെ ഈ പേരുകൾ എടുത്തപ്പോൾ തന്നെ നമുക്ക് വിവിധ ട്രാൻസ്ലേഷനുകൾ നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഇതുമായിട്ട് പൊരുത്തപ്പെടുന്നില്ലല്ലോ എന്നുള്ളൊരു ചിന്ത വരാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് അത് എന്താകുന്നു എന്നുള്ളതിൻ്റെ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി, വ്യക്തതയ്ക്ക് വേണ്ടി ഇന്ന് രാത്രിയിൽ നമ്മൾ പ്രാരംഭത്തിൽ ആ ചിന്തയിലേക്ക് പ്രവേശിക്കുന്നത്. ഇവിടെ 11-ാം അധ്യായം 15 വാക്യങ്ങളിൽ രേഖപ്പെടുത്തി ലോകരാജ്യത്ത് നമ്മുടെ കർത്താവിനും അവൻ്റെ ക്രിസ്തുവിനും ആയിത്തീർന്നിരിക്കുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നുണ്ട്. അവൻ എന്നേക്കും വാഴുമെന്ന് സ്വർഗത്തിൽ ഒരു മഹാഘോഷമുണ്ടായി. അപ്പോൾ ലോകരാജ്യത്ത് നമ്മുടെ കർത്താവിനും അവൻ്റെ ക്രിസ്തുവിനുമായി തീർന്നിരിക്കുന്നു എന്നുള്ള ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അവനും അവൻ്റെ ആയിരിക്കുന്നു. അപ്പോൾ ലോകരാജ്യത്ത് നമ്മുടെ കർത്താവിനും അവൻ്റെ ക്രിസ്തുവിനും ആയി തീർന്നിരിക്കുന്നു എന്ന് ഇവിടെ പറയുമ്പോൾ അത് എന്താകുന്നു, എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ച് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. 12-ാം അധ്യായം 10-ാം വാക്യത്തിൽ അപ്പോൾ ഞാൻ സ്വർഗത്തിൽ ഒരു മഹാശബ്ദം പറഞ്ഞു കേട്ടത്, ഇപ്പോൾ നമ്മുടെ ദൈവത്തിൻ്റെ രക്ഷയും ശക്തിയും രാജ്യവും അവൻ്റെ ക്രിസ്തുവിൻ്റെ ആധിപത്യവും തുടങ്ങിയിരിക്കുന്നു എന്നാ പറയുന്നത്. രാജ്യത്വം തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ അവിടെ ആരംഭിച്ചിരിക്കുന്നു. ഇപ്പോഴാണ് കർത്താവിൻ്റെ മധ്യാകാശ പ്രത്യക്ഷതയിൽ സാത്താൻ സാത്താൻ പാദപീഠമാകുമ്പോഴാണ് തുടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നെങ്കിൽ അത് ആയിത്തീർന്നിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് 11-ാം അധ്യായം 15-ാം വാക്യത്തിലാണ്. ലോകരാജ്യത്വം നമ്മുടെ കർത്താവിനും അവൻ്റെ ക്രിസ്തുവിനും ആയിത്തീർന്നിരിക്കുന്നു. അത് എന്നാണ് അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് വരുന്നത് എന്നുള്ളത് രേഖപ്പെടുത്തിയിരിക്കുന്നത് 19-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യത്തിലാണ്. അപ്പോൾ വലിയ പുരുഷാരത്തിൻ്റെ ഘോഷം പോലെയും പെരുവെള്ളത്തിൻ്റെ എരച്ച പോലെയും തകർത്ത ഇടിമുഴക്കം പോലെയും ഞാൻ കേട്ടത്, ഹല്ലേലൂയ, സർവശക്തിയുള്ള നമ്മുടെ ദൈവമായ കർത്താവ് രാജ്യത്വം ഏറ്റിരിക്കുന്നു. അപ്പോൾ തുടങ്ങിയിരിക്കുന്നു, ആയിത്തീർന്നിരിക്കുന്നു, രാജ്യത്വം ഏറ്റിരിക്കുന്നു. അപ്പോൾ കർത്താവിൻ്റെ മധ്യാകാശ പ്രത്യക്ഷതയിൽ അത് തുടക്കമിടുകയാണ്. കർത്താവിൻ്റെ രാജ്യത്വം തുടക്കമിടുകയാണ്. അവൻ രാജാവായി വാഴിക്കപ്പെടാനുള്ള അവൻ്റെ അധികാരം അല്ലെങ്കിൽ പവർ, അവിടെ ശക്തി വെളിപ്പെടുകയാണ്. അത് ആയിത്തീർന്നിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് സേനാ ദിവസത്തിൻ്റെ ആരംഭത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. സേനാ ദിവസത്തിൻ്റെ അവസാനത്തിലാണ് കർത്താവ് രാജ്യത്വം ഏറ്റിരിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്നതിനെ സേനാ ദിവസമെന്ന് നമ്മൾ എടുക്കാൻ കാരണം 110-ാം സങ്കീർത്തനത്തെ അടിസ്ഥാനമാക്കി ഒരു വാക്യത്തെ ഉദ്ധരിച്ചുകൊണ്ടാണ്. 110-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നത് 110-ാം സങ്കീർത്തനത്തിൻ്റെ 3-ാം വാക്യം ാണ് സേനാ ദിവസമെന്ന് പറഞ്ഞിരിക്കുന്നത്. മലയാളത്തിൽ സേനാ ദിവസം എന്ന് എഴുതിയിരിക്കുന്നത്, ഇംഗ്ലീഷിൽ അതിനെ ഡേ ഓഫ് ദൈ സ്ട്രെങ്ത് എന്നും ദ ഡേ ഓഫ് ദൈ പവർ എന്നും ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ പറഞ്ഞിരിക്കുന്ന 110-ാം സങ്കീർത്തനത്തിൻ്റെ നമ്മൾ വായിക്കുമ്പോൾ അതുമായിട്ട് ഇതിന് എന്താണ് ബന്ധം എന്നുള്ളത് നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടി
അതേക്കുറിച്ചുള്ളൊരു ചെറിയൊരു വിശദീകരണം ഇന്ന് നമുക്കത് കാണാൻ സാധിക്കുന്നത്. 110 സംഗീതം 3 വാക്യത്തിൽ പറയുന്നത്, നിന്റെ സേനാ ദിവസത്തിൽ നിന്റെ ജനം നിനക്ക് സമേതദാനമായിരിക്കുന്നു. വിശുദ്ധ വസ്ത്രാലങ്കാരത്തോടുകൂടെ ഉഷസ്സിന്റെ ഉദരത്ത് നിന്ന് യുവാക്കളായ മഞ്ഞ് നിനക്ക് വരുന്നു എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അത് വെറുതെ ഒരു ഭംഗിവാക്കുകളായിട്ട് എഴുതിയിരിക്കുന്നതല്ല. അപ്പോൾ ഉഷസ്സിന്റെ ഉദരത്ത് നിന്ന് യുവാക്കളായ മഞ്ഞ് നിനക്ക് വരുന്നു എന്ന് പറയുമ്പോൾ രക്തസാക്ഷികളായിത്തീരുന്ന അവര് വളരെ ചെറുതായിട്ട് തന്നെ യുവാക്കളാണ് എന്ന് പറഞ്ഞാൽ രക്തസാക്ഷിത്വം വഹിക്കുന്നവരാണ്. അങ്ങനെയുള്ളവരെ ഉഷസ്സിന്റെ ഉദരത്തിൽ നിന്ന് അവരുടെ പുനരുത്ഥാനത്തോടുള്ള ബന്ധത്തിൽ ഭൂമി പ്രേതന്മാരെ പ്രസവിക്കുന്നതിനുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്ന വിഷയം നടക്കുന്നത് സേനാ ദിവസത്തിലാണ്. അഥവാ യേശു കർത്താവ് രാജ്യത്വം ഏറ്റെടുക്കുന്നതിന് മുമ്പായി സ്വർഗീയ തേജസ് പ്രാപിക്കാനുള്ള സകല വിശുദ്ധന്മാരും സ്വർഗാസ്വർഗത്തിൽ എത്തിച്ചേരണം. അവരുടെ മധ്യത്തിൽ വെച്ചാണ് കർത്താവിനെ പിതാവാം ദൈവം രാജ്യത്വം ഏൽപ്പിക്കുന്നത്. അപ്പോൾ ആ 19-ാം അധ്യായത്തിലേക്ക് വരണമെങ്കിൽ അതിന് മുമ്പ് നടക്കുന്ന കാര്യങ്ങൾ പൂർത്തീകരിക്കപ്പെടണം. അപ്പം സ്വർഗാസ്വർഗത്തേക്ക് എത്തിച്ചേരാനുള്ള സകല വിശുദ്ധന്മാരും സ്വർഗാസ്വർഗത്തിൽ എത്തുന്നതിനുള്ള ബന്ധത്തിലാണ് ഇവിടെ വിശുദ്ധ വസ്ത്രാലങ്കാരത്തോടെ ഉഷസ്സിന്റെ ഉദരത്ത് നിന്ന് യുവാക്കളായി മഞ്ഞ് നിനക്ക് വരും. നിന്റെ സേനാ ദിവസത്തിൽ നിന്റെ ജനം, അതിന്റെ മുകളിൽ പറഞ്ഞിട്ടുണ്ട്, നിന്റെ ശത്രുക്കളുടെ മധ്യയെ വാഴുക. നിന്റെ സേനാ ദിവസത്തിൽ നിന്റെ ജലം എന്ന് പറയുമ്പോൾ നിന്റെ ബലമുള്ള ചെങ്കോൽ യഹോവ സിയോനിൽ നിന്ന് നീട്ടും. നീ നിന്റെ ശത്രുക്കളുടെ മധ്യയെ വാഴുക. നിന്റെ സേനാ ദിവസത്തിൽ നിന്റെ ജനം നിനക്ക് സമേതദാനമായിരിക്കുന്നു. ഇപ്പം ഈ 110-ാം സംഗീതത്തിന് 1-ാം വാക്യം നമ്മളത് മനസ്സിലാക്കിയത് 12-ാം അധ്യായത്തിൽ വെളിപ്പാട് 1-ാം അധ്യായത്തിൽ പറയുന്ന കർത്താവിന്റെ മധ്യാകാശ പ്രത്യക്ഷയോട് ബന്ധത്തിൽ വെളിപ്പാട് പഠനത്തിന്റെ കീ വാക്യമായിട്ടാണ് നമ്മൾ അതിനെ എടുത്തത്. അപ്പോൾ പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്ന പുത്രനാകുന്ന ക്രിസ്തു എന്നുവരെ പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കും. അവൻ എന്നാണ് അവിടുന്ന് വരുന്നത്, മധ്യാകാശത്ത് വരുന്നതെന്ന് ചോദിക്കുമ്പോൾ അത് വെളിപ്പാട് 1-ാം അധ്യായത്തിൽ 9-ാം വാക്യത്തിൽ പറയുന്നത് സാത്താൻ പാതവിടമാകുമ്പോഴാണ് മണവാട്ടി സഭ ഇവിടുന്ന് എടുക്കപ്പെടുന്നുള്ളത് 110-ാം സങ്കീർത്തനം ചിന്തിച്ചു. അതിനുശേഷമായിട്ട് സേനാ ദിവസത്തെക്കുറിച്ച് പറഞ്ഞു. ഇപ്പോൾ 110-ാം സങ്കീർത്തനം അത് പ്രധാനപ്പെട്ട പല കാര്യങ്ങളുടെയും മർമ്മങ്ങൾ വെളിപ്പെടുത്തുന്ന സങ്കീർത്തനമാണ്. കർത്താവിന്റെ മധ്യാകാശ പ്രത്യക്ഷത്തെക്കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്. കർത്താവ് രാജ്യത്തെ ഏറ്റെടുക്കുന്ന സേനാ ദിവസത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ 5-ാം വാക്യത്തിൽ തന്റെ വലത്ത് ഭാഗത്തിരിക്കുന്ന കർത്താവ് തന്റെ ക്രോധ ദിവസം രാജാക്കന്മാരെ തകർത്തുകളെന്ന് പറഞ്ഞിരിക്കുന്നു. കർത്താവിന്റെ രണ്ടാമത്തെ വരവിനോടുള്ള ബന്ധത്തിൽ രാജാക്കന്മാരെ തകർത്തുകളെ നടത്തുന്നുണ്ട്. അപ്പോൾ ഈ 110-ാം സങ്കീർത്തനത്തിനകത്ത് അടങ്ങിയിരിക്കുന്നത് വലിയ മർമ്മങ്ങളാണ്. അപ്പം അതിൻ്റെ അകത്തു നിന്ന് കിട്ടുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളെയാണ് നമ്മൾ ഈ വെളിപ്പാട് പഠനത്തോടുള്ള ബന്ധത്തിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ സേനാ ദിവസം എന്നുള്ളത് മറ്റെവിടെയും അങ്ങനെ ഡയറക്റ്റായിട്ട് ഉപയോഗിച്ചായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അതിനെ ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് ദ ഡേ ഓഫ് ദൈ പവർ എന്നാണ്. അതിനെ മറ്റുള്ള ഭാഷകളിൽ അത് അതിനോടനുബന്ധമായിട്ട് ട്രാൻസ്ലേഷൻ ചെയ്തിരിക്കുന്നെങ്കിൽ എനിക്കറിയത്തില്ല എങ്ങനെയാണ് ഇതിനെ സേനാ ദിവസമെന്ന് മലയാളത്തിൽ ട്രാൻസ്ലേഷൻ ചെയ്തത് എന്നുള്ളത് എനിക്കറിയത്തില്ല. അതായത് പരിശുദ്ധന്മാരുടെ വലിയൊരു അത് വലിയൊരു വെളിപ്പെടുത്തലാണ് സേനാ ദിവസം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ദ ഡേ ഓഫ് ദൈ പവർ, ദ പവർ എന്ന് പറയുമ്പോൾ അർത്ഥം അതിൻ്റെ മീനിങ് ഇതാണ്. അവർ ദ ഡേ ഓഫ് ദൈ പവർ എന്ന് പറയുമ്പോൾ കർത്താവിന്റെ ശക്തി അങ്ങ് വെളിപ്പെടുത്തുക എന്നുള്ളതിനേക്കാൾ അവിടെ ഏറ്റവും വലുതായി പറഞ്ഞിരിക്കുന്നത് മരണത്തെയും പാപത്തെയും ജയിച്ചു വരുന്നേറ്റ ക്രിസ്തുവിന്റെ ശക്തി മുഖാന്തരമായിട്ട് ഈ സേനാ ദിവസത്തിൽ അഥവാ അന്നാണ് ജയാളികളായിത്തീരുന്നത്. പറഞ്ഞാൽ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേൽക്കുന്ന, പാപം നീങ്ങി സ്വർഗീയ തേജസ് പ്രാപിക്കുന്ന ഇവരുടെ കൂട്ടം സ്വർഗാസ്വർഗത്തിൽ എത്തി പൂർത്തീകരിക്കപ്പെടുന്ന ദിവസമാണ് സേനാ ദിവസം. അതുകൊണ്ടാണ് ഇതിനെ ദ ഡേ ഓഫ് ദൈ പവർ എന്നുകൂടി പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അതിന്റെ വിശദീകരണം അവർ പറഞ്ഞിട്ടില്ല. പക്ഷേ അതിനെ സേനാ ദിവസം എന്ന് പറയുമ്പോൾ കർത്താവ് തൻ്റെ ദൗത്യം തുടങ്ങിയത് കാൽവരിയിൽ തുടങ്ങി, സാത്താന്റെ തലയെ തകർത്തു. അതിനുശേഷമായി പടിപടിയായി അവന്റെ അധികാരങ്ങളെ ഇല്ലാതാക്കി അവന്റെ കീഴിലുണ്ടായിരുന്ന മനുഷ്യവംശത്തെ വിടിവിച്ച് ദൈവം എന്ത് ചെയ്ത് സ്വർഗീയ പൗരന്മാരാക്കി, സ്വർഗീയ തേജസ്സുള്ളവരാക്കി. അങ്ങനെയുള്ള ഗണത്തിൽപ്പെടുന്ന എല്ലാവരും എത്തിച്ചേരുന്നത് അഥവാ മധ്യാകാശ പ്രത്യക്ഷത്തിൽ മണവാട്ടി സഭ എടുക്കപ്പെടും. 2 സാക്ഷിയുടെ പുനരുത്ഥാനത്തിൽ പർദീസയിൽ വിശ്രമിക്കുന്ന 1-2 സുഖത്തിലുള്ളവർ എടുക്കപ്പെടും. പിന്നീട് രക്തസാക്ഷികളാകുന്ന ഭൂമിക്ക് കീഴിലുള്ളവർ കൂടി എടുക്കപ്പെടുന്നത് ഈ കർത്താവ് രാജ്യത്തെ ഏറ്റെടുത്ത ദിവസമാണ്. അതുകൊണ്ടാണ് ഇതിനെ സേനാ ദിവസം എന്ന് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇംഗ്ലീഷ് അതിനെ ദ ഡേ ഓഫ് ദൈ പവർ എന്ന് പറയുന്നത്. പറഞ്ഞാൽ യേശു ക്രിസ്തുവിന്റെ ശക്തി കൊണ്ടാണ് നാം മണ്ണായിരുന്ന മരിച്ച്
നരകാഗ്നിയിൽ പോകേണ്ട, വീണ്ടെടുപ്പില്ലാതിരുന്ന, തേജസ് നഷ്ടപ്പെട്ടു പോയ മനുഷ്യനെ വീണ്ടെടുക്കുന്നത് ദൈവത്തിൻ്റെ ശക്തി കൊണ്ടാണ്. ആ ശക്തിയുടെ പ്രദർശനം നടത്തുന്ന ദിവസത്തെയാണ് സേനാ ദിവസമെന്ന് മലയാളത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതിനെയാണ് ദ ഡേ ഓഫ് ദൈ പവർ എന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ മീനിങ് ഇതാണ്: അന്നാണ് ഒന്നാമത്തെ പുനരുത്ഥാനമാകുന്ന രക്തസാക്ഷിയുടെ പുനരുത്ഥാനം നടക്കുകയും അതിനുശേഷമായി കർത്താവ് രാജ്യത്വം ഏറ്റെടുക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് ഇതിനെ സേനാ ദിവസം എന്ന് പറഞ്ഞിരിക്കുന്നത്. ആ ദിവസത്തെയാണ് നമ്മളിവിടെ 11-ാം അധ്യായത്തിൽ പറഞ്ഞതനുസരിച്ച് ലോകരാജ്യത്ത് നമ്മുടെ കർത്താവിനും അവൻ്റെ ക്രിസ്തുവിനും ആയിത്തീർന്നിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് സേനാ ദിവസം എന്ന് 110-ാം സങ്കീർത്തനം 3-ാം വാക്യത്തെ അടിസ്ഥാനമാക്കി നമ്മളതിനെ സേനാ ദിവസം എന്ന് പറഞ്ഞിരിക്കുന്നു. ഇംഗ്ലീഷിലുള്ളവർ അതിനെ ദ ഡേ ഓഫ് ദൈ പവർ എന്നോ ദ ഡേ ഓഫ് ദൈ സ്ട്രെങ്ത് എന്നോ, ഇനി തമിഴിലുള്ളവർ അതിനെ പരാക്രമ ദിവസം എന്ന് പറഞ്ഞ് എന്ത് പറഞ്ഞാലും എൻ്റെ ഉദ്ദേശം ഇതാണ്: സ്വർഗീയ തേജസ് പ്രാപിക്കാനുള്ള സകല മനുഷ്യരും സ്വർഗാസുഖത്തിൽ എത്തിച്ചേർന്നു. അത് നമ്മുടെ കർത്താവിൻ്റെ ശക്തിയെ വെളിപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണ് ദ ഡേ ഓഫ് ദൈ പവർ എന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത്. അതിനെ സേനാ ദിവസമെന്ന് കർത്താവ് തുടങ്ങിയ ആ യുദ്ധം, അതിൻ്റെ ഉദ്ദേശം സ്വർഗദേശ പ്രാപിക്കാൻ എല്ലാവരും എത്തിച്ചേരുന്നു കൊണ്ടുള്ള ബന്ധത്തിൽ അതിനെ വെളിപ്പെടുത്തുകയും അന്ന് യേശു കർത്താവ് രാജ്യത്വം ഏറ്റെടുക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് ഇതിനെ സേനാ ദിവസം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇത് മനസ്സിലായോ? ചാൾസ് പറഞ്ഞ മനസ്സിലായോ? പ്രിയ മനസ്സിലായോ? അത് ഓക്കെ. സേനാ ദിവസം പറഞ്ഞതിൻ്റെ ഉത്തമതാണ് ദ ഡേ ഓഫ് ദൈ പവർ എന്ന് പറയുമ്പോൾ അതിൻ്റെ മീനിങ് ഇതാണ്: യേശുവിൻ്റെ പുനരുത്ഥാനത്തെ ശക്തിയാണ്. അത് മുഖാന്തരമായിട്ടാണ് സ്വർഗീയ ദേശം പ്രാപിക്കാവുന്നവർക്ക് ഉള്ളവർ സ്വർഗാസുഖത്തിൽ എത്തിച്ചേരുകയുള്ളൂ. അപ്പം അത് എത്തിച്ചേരുന്നത് അന്നായതുകൊണ്ടാണ് സേനാ ദിവസം. അന്നാണ് യേശു ക്രിസ്തു രാജാവായിട്ട് സ്വർഗാസുഖത്തിൽ രാജ്യത്വം ഏറ്റെടുക്കുന്നത്. അത് പിന്നീട് യേശു അത് ഏറ്റെടുക്കുന്നത് മരണത്തിൻ്റെ ശക്തിയാകുന്ന മരണത്തെ നീക്കാൻ വേണ്ടിയാണ് യേശു അവിടെ രാജ്യത്വം ഏറ്റെടുക്കുന്നത്. അത് ജയാളികളായി തീർന്ന സ്വർഗീയ തേജസ് പ്രാപിക്കുന്ന വിശുദ്ധന്മാരുടെ മധ്യത്തിൽ വെച്ചാണ് അവൻ രാജ്യത്വം ഏറ്റെടുക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ സേനാ ദിവസമെന്നും ഇംഗ്ലീഷിൽ ദ ഡേ ഓഫ് ദ പവർ എന്നും ദ ഡേ ഓഫ് ദൈ സ്ട്രെങ്ത് എന്ന് പറഞ്ഞിരിക്കുന്നത്. എൻ്റെ അർത്ഥം ഇതാണ്. അപ്പോൾ അതാണ് ഒന്നാമത് നമ്മൾ ലോകരാജ്യത്ത് നമ്മുടെ കർത്താവിനും അവൻ്റെ ക്രിസ്തുവിനുമായി തീർന്നിരിക്കുന്നു എന്നുള്ളതിനെ നമ്മൾ സേനാ ദിവസമെന്ന് അതിനെ രേഖപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ടാണ്. അപ്പം അതിൻ്റെ സംശയം മാറി. അപ്പോൾ ഒരു ദിവസം അതിൽ നമുക്ക് കിട്ടി സേനാ ദിവസം. അപ്പം അന്ന് എന്താണ് സംഭവിക്കുന്നത്? സേനാ ദിവസത്തിൽ യുവാക്കളായ മഞ്ഞ് ഉഷസ്സിൻ്റെ ഉദരത്തിൽ നിന്ന് യുവാക്കളായ മഞ്ഞ് വരുമെന്ന് പറയുമ്പോൾ അതിനർത്ഥം നമ്മളതേക്കുറിച്ച് പഠിക്കും എന്താണെന്നുള്ളത്. യശയ്യാ 26-ാം അധ്യായത്തെ ആധാരമാക്കി ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ നടക്കുന്ന രക്തസാക്ഷിയുടെ പുനരുത്ഥാനത്തെ കുറിച്ച് പഠിക്കും. അതിനുശേഷമായി കർത്താവ് അന്നാണ് സേനാ ദിവസത്തിൻ്റെ അവസാനത്തിലാണ് യേശു കർത്താവ് രാജ്യത്വം ഏറ്റെടുക്കുന്നത്. അതുകൊണ്ടാണ് ലോകരാജ്യത്വം നമ്മുടെ കർത്താവിനും അവൻ്റെ ക്രിസ്തുവിനും ആയിത്തീർന്നിരിക്കുന്നു എന്നത് സേനാ ദിവസത്തെ വെളിപ്പെടുത്തുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അത് സംഭവിക്കാനുള്ളതാണ്. അത് സംഭവിക്കുന്നത് 19-ാം അധ്യായത്തിലാണ്. ഇപ്പോൾ സേന ആയിത്തീർന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇറ്റ് ഗോയിങ് ടു കം. അത് ആക്ച്വലി വെളിപ്പെടാൻ പോകുന്നത് സേനാ ദിവസം വെളിപ്പെടുന്നത് സകല വിശുദ്ധന്മാരോട് എത്തിച്ചേർന്ന് കഴിയുമ്പോൾ കർത്താവ് രാജ്യത്വം ഏറ്റെടുക്കുന്ന ദിവസമാണ് സേനാ ദിവസം. രണ്ടാമത് പറയുന്നത് അവൻ എന്നേക്കും വാഴും എന്ന് പറഞ്ഞിരിക്കുന്നത്. അവൻ എന്നേക്കും വാഴും. എന്നേക്കും വാഴുക എന്നുള്ളതിൻ്റെ അർത്ഥം നിത്യവാഴ്ചയാണ്, നിത്യമായിട്ടുള്ള കർത്താവിൻ്റെ വാഴ്ച. ഇപ്പോൾ യേശു ക്രിസ്തു അവൻ്റെ ആധിപത്യം നിത്യാധിപത്യമാണ്. എന്നേക്കും വാഴും എന്നുള്ളത് നിത്യതയോടുള്ള ബന്ധത്തിലാണ് കാണുന്നത്. അപ്പോൾ ആരംഭമിട്ടവൻ അത് പൂർത്തീകരിക്കും. അതിനെ നമ്മൾ മനസ്സിലായത് എന്നേക്കും കർത്താവ് വാഴുന്നത്. ഇപ്പോൾ ഈ ഭൂമിയിൽ എന്നേക്കും നിത്യവാഴ്ചയില്ല. ഇവിടുത്തെ ആകാശഭൂമി കത്തിയഴിയപ്പെടും. അപ്പോൾ ഇവിടെ എന്നേക്കും വാഴാൻ പറ്റത്തില്ല. എന്നേക്കും വാഴുന്നത് പുതിയ ആകാശ പുതിയ ഭൂമിയിലാണ്. അതുകൊണ്ട് പുതിയ ആകാശ പുതിയ ഭൂമി എന്നുള്ളത് ഇപ്പോഴത്തെ സൃഷ്ടിയിൽ ഉൾപ്പെടുന്നതോ ഇപ്പോഴത്തെ ദിവസങ്ങളിൽ ഉൾപ്പെടുന്നതോ അല്ല. ഇപ്പോഴത്തെ ഒരു ദിവസങ്ങളിൽ ഉൾപ്പെടുന്നതല്ല ഈ കാര്യം. അപ്പോൾ അതുകൊണ്ട് എന്നേക്കും വാഴുന്ന കർത്താവ് നിത്യനായി എന്നേക്കും രാജ്യത്വം പ്രാപിച്ചെടുക്കുന്ന നിത്യവാഴ്ചയ്ക്ക് വേണ്ടിയാണ്. പക്ഷേ ഇവിടെ കർത്താവ് താൽക്കാലികമായിട്ട് 1000 ആണ്ട് വാഴുന്നുണ്ട്. അത് 1000 ആണ്ടേ ഉള്ളൂ. അതൊരു ഫിക്സഡ് ഡേറ്റ് ആണ്. പക്ഷെ അത് എന്നേക്കുമല്ല വാഴുന്നത്. എന്നാൽ അനാദിയിലോടുള്ള ബന്ധത്തിൽ എന്നേക്കുമായി രാജാതിരാജാവായി കർത്താവ് വാഴുന്നത് പുതിയ ആകാശ പുതിയ ഭൂമിയിലാണ്. അപ്പോൾ പുതിയ ആകാശ പുതിയ ഭൂമി സൃഷ്ടിക്കപ്പെടുന്നത് അത്
അതിനെ നമ്മൾ ഇവിടെ നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാകുന്നതാണ് ഉണ്ടാക്കുവാനുള്ള ദിവസം. അപ്പോൾ ഈ ദിവസങ്ങളൊന്നും നിലനിൽക്കുന്നതല്ല, ഇതെല്ലാം മാറിപ്പോകും. എന്നാൽ ഉണ്ടാക്കുവാനുള്ള ദിവസത്തിൽ ആണ് ഇതെന്നേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഉണ്ടാക്കുവാനുള്ള ദിവസത്തെ ഇതിനെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഡേ ഓഫ് ഗോഡ് ഈസ് മേക്കിംഗ്, അല്ലെങ്കിൽ അതിനുള്ള ഇംഗ്ലീഷിലുള്ള ഓൺ ദ ഡേ വെൻ ഐ ആക്ട് എന്നൊക്കെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ദ ഡേ ഓൺ ദ ഡേ വെൻ ഐ ആക്ട്, ഞാൻ പ്രവർത്തിക്കുന്ന ദിവസം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ പറഞ്ഞു. പക്ഷേ ഇവിടെ ഉണ്ടാക്കുവാനുള്ള ദിവസം എന്ന് പറയുമ്പോൾ എന്നേക്കുള്ള വാഴ്ചയുള്ള ബന്ധത്തിലാകുന്നു. അപ്പോൾ അത് മലാഖിയുടെ പ്രവചനത്തിൽ 3-ാം അധ്യായം 17-ാം വാക്യവും 4-ാം അധ്യായം 3-ാം വാക്യത്തിലുമാണ് ഇതേക്കുറിച്ചുള്ള പ്രവചനമുള്ളത്. അതിവിടെ പറഞ്ഞിരിക്കുന്ന പ്രവചനം മലയാളത്തിൽ എഴുതിയിരിക്കുന്നത് ഞാനത് വായിക്കാം. ഇംഗ്ലീഷ് ഇച്ചിരി വ്യത്യാസം കാണും, പക്ഷേ അതിൻ്റെ അർത്ഥം എന്താണെന്ന് കൂടി വെളിപ്പെടുത്തുമ്പോൾ നമ്മൾ ഈ ചിന്തിക്കുന്ന, അത് പഠിപ്പിക്കുന്ന വിഷയം അത് ശരിയാണ് എന്നുള്ളതിൻ്റെ ന്യായീകരണം അല്ലെങ്കിൽ തെളിവ് നമുക്ക് ലഭിക്കാറുണ്ട്. 3-ാം അധ്യായം 17-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, 3-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യത്തിലാണല്ലോ അതേക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. 3:17 പറഞ്ഞിരിക്കുന്നത്, ഞാൻ ഉണ്ടാക്കുവാനുള്ള ദിവസത്തിൽ അവർ എനിക്ക് ഒരു നിക്ഷേപമായിരിക്കും എന്ന് സൈന്യങ്ങളുടെയൊക്കെ അരുളി ചെയ്യുന്നു. ഒരു മനുഷ്യൻ തനിക്ക് ശുശ്രൂഷ ചെയ്യുന്ന മകനെ ആദരിക്കുന്ന പോലെ ഞാൻ അവരെ ആദരിക്കും. അപ്പോൾ നിങ്ങൾ നീതിമാനും ദുഷ്ടനും തമ്മിലും ദൈവത്തെ സേവിക്കുന്നതിനും സേവിക്കാത്തതിനുള്ള വ്യത്യാസം വീണ്ടും കാണുമെന്ന് പറയുന്നത്. അപ്പൊ ഈ ഉണ്ടാക്കാനുള്ള ദിവസത്തിലാണ് ദൈവത്തിന് നിക്ഷേപത്തെ ദൈവം വെളിപ്പെടുത്തുന്നത്. അപ്പൊ ഇവിടെ നിക്ഷേപത്തെ സ്വീകരിച്ചിട്ട് പുതിയ ആകാശ പുതിയ ഭൂമിയിലാണ് അത് വെളിപ്പെടുന്നത്. ദൈവത്തിന്റെ നിക്ഷേപമാണ് പുതിയ ആകാശ പുതിയ ഭൂമിയിലേക്ക് വരുന്നത്. അപ്പോൾ ഈ സേനാ ദിവസത്തോട് ബന്ധത്തിൽ സ്വർഗീയതേജസ്സ് പ്രാപിക്കുന്ന എല്ലാവരുമാണ് പുനരുത്ഥാനം പ്രാപിക്കുന്നത്. അവരുടെ പുനരുത്ഥാനമാണ് പൂർത്തീകരിക്കപ്പെടുന്നത്. എന്നാൽ ഒടുക്കത്തെ നാളിലെ പുനരുത്ഥാനത്തിന് ശേഷമാണ് ഭൗമിക തേജസ് പ്രാപിക്കാവുന്ന ആളുടെ എണ്ണം കൂടി പൂർത്തീകരിക്കപ്പെടുന്നത് ഒടുക്കത്തെ നാളിലാണ്. 1000 ആണ്ട് വാഴ്ച കഴിഞ്ഞിട്ട് ഒടുക്കത്തെ നാളിലാണ്. അപ്പൊ അവരെ കൂടി നിക്ഷേപമായിട്ട് ദൈവം പുതിയ ആകാശ പുതിയ ഭൂമിയിലേക്ക് കൊണ്ടുവരുന്നത് ഉണ്ടാക്കുവാനുള്ള ദിവസത്തിലാണ്. ഇവിടെയല്ല, ഈ ഭൂമിയിൽ ഇപ്പോൾ നമ്മൾ ദൈവനിക്ഷേപം സ്വർഗീയ തേജസ് പ്രാപിക്കാനുള്ളവരെല്ലാം ദൈവത്തിന്റെ ഈ ഭൂമിയിലുള്ള കാര്യത്തോടുള്ള ബന്ധത്തിൽ അവൻ നിക്ഷേപമായിട്ട് നമ്മൾ എടുക്കപ്പെടും. എന്നാൽ നിത്യജീവന് വേണ്ടി യോഗ്യരായിട്ടുള്ളവർ ആരും തന്നെ പറയുന്ന പുനരുത്ഥാനം പ്രാപിച്ചിട്ടില്ല. അവർ പുനരുത്ഥാനം പ്രാപിക്കുന്നത് ഒടുക്കത്തെ നാളിലാണ്. ഒടുക്കത്തെ നാൾ കഴിയുമ്പോഴാണ് ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാനും നമ്മളുടെ വ്യത്യാസം വെളിപ്പെടുത്തി ദൈവം അവരെ ആദരിച്ച് നിത്യജീവനുള്ള ബന്ധത്തിൽ ഭൗമിക ദേശമുള്ള ബന്ധത്തിൽ പുതിയ ആകാശ പുതിയ ഭൂമിയിലേക്ക് പ്രവേശിക്കുന്നത്. അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഉണ്ടാക്കുവാനുള്ള ദിവസത്തിൽ അവർ എനിക്ക് ഒരു നിക്ഷേപമായിരിക്കും. ഇപ്പോൾ ഇവിടെ എങ്ങും ഈ ദിവസം ഉണ്ടാക്കിയിട്ടില്ല. ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം നാം സന്തോഷം ആനന്ദിക്കുന്ന 3 ദിവസത്തേക്ക് ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം. അതിൻ്റെ ഇംഗ്ലീഷിൽ കറക്റ്റായിട്ടുള്ള മീനിങ് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്താൽ, അത് ബൈബിൾ വേറെ ആരും ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടില്ല, പക്ഷേ ഇതാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഡേ ഗോഡ് ഈസ് മേക്കിംഗ്. ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല, ഉണ്ടാക്കുന്നത്. ദൈവം ഉണ്ടാക്കുന്ന ദിവസം എന്താണ്? അത് ഒടുക്കത്തെ നാൾ കഴിഞ്ഞിട്ട് പുതിയ ആകാശ പുതിയ ഭൂമിയിൽ ഈ പറയുന്ന നിക്ഷേപമായിരിക്കുന്ന ഭൗമിക തേജസ് പ്രാപിക്കുന്നവരെ കഥ പ്രവേശിപ്പിച്ച് കഴിയുമ്പോഴാണ് ദൈവ ദിവസത്തെയാണ് ഉണ്ടാക്കുവാനുള്ള ദിവസം എന്ന് പറയുന്നത്. അപ്പോൾ ഒടുക്കത്തെ നാളോടുകൂടി സകല നാളുകളും കത്തിയഴിയപ്പെടും. പിന്നീടുള്ളത് പൊതുവാന ഭൂമിയിൽ തുടക്കമിടുന്ന നിത്യതയുടെ എന്നേക്കുമുള്ള വാഴ്ചയോടെയും ദൈവത്തിൻ്റെ നിക്ഷേപത്തെ ചേർത്ത് ദൈവവുമായിട്ടുള്ള ഒന്നിച്ചുള്ള വാസത്തെയാണ് വെളിപ്പെടുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അതിനെ 4-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യം കൂടി വായിച്ച് അതിൻ്റെ വ്യക്തത വരുത്താം എന്ന് പറഞ്ഞതിൻ്റെ കാര്യം, അത് ഈ പഠിപ്പിക്കുമ്പോൾ വചനം ഒന്നിനോടൊന്ന് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. അപ്പോൾ നിത്യതയോടുള്ള ബന്ധത്തിൽ ഉണ്ടാക്കാനുള്ള ദിവസം എന്നുള്ളത് പൊതുവാന ഭൂമിയോടുള്ള ബന്ധത്തിലാണ് എന്ന് പറഞ്ഞിരിക്കുമ്പോൾ അത് അങ്ങനെയാണ് എന്നുള്ളത് നമുക്കത് മനസ്സിലാക്കിയെടുക്കാനായിട്ടാണ് മറ്റൊരു ദിവസം കൂടി ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഉണ്ടാക്കാനുള്ള പുതിയ ആകാശ പുതിയ ഭൂമിയെക്കുറിച്ച് യെശയ്യാവിന്റെ പുസ്തകത്തിൽ പറഞ്ഞു, കഥാവ് ഉണ്ടാക്കാനുള്ള പുതിയ ആകാശ പുതിയ ഭൂമി. അപ്പോൾ പുതിയ ആകാശ പുതിയ ഭൂമി കഥാവ് ഉണ്ടാക്കാനുള്ളതാണെങ്കിൽ ആ ദിവസത്തെയാണ് ഉണ്ടാക്കുവാനുള്ള ദിവസം എന്ന് പറയുന്നത്. അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്താൽ തെറ്റെന്താ? അതല്ലേ കറക്റ്റായിട്ടൊരു ട്രാൻസ്ലേഷൻ. എവിടെ തെറ്റ് വരുത്തില്ലല്ലോ. ഞാൻ ഉണ്ടാക്കുവാനുള്ള ഞാൻ പുതിയ ആകാശ പുതിയ ഭൂമി സൃഷ്ടിക്കുന്നു, മുമ്പിലത്തെ
അവരും ഓർക്കുകയില്ല, അവരുടെ മനസ്സിൽ വരികയും ഇല്ല എന്ന യെശയ്യാവിൻ്റെ പ്രവചനത്തിൽ അതിൻ്റെ 65-ാം അധ്യായം 17-ാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കുവാനുള്ള ദിവസത്തിൽ എന്ന് പറഞ്ഞ് യെശയ്യാവിൻ്റെ പ്രവചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ 66-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിൽ ഞാൻ ഉണ്ടാക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും എൻ്റെ മുമ്പാകെ നിൽക്കുന്നത് പോലെ നിങ്ങളുടെ സന്തതിയും നിങ്ങളുടെ പേരും നിലനിൽക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന പുതിയ ആകാശ പുതിയ ഭൂമി. അപ്പോൾ ദൈവം ഉണ്ടാക്കുന്ന പുതിയ ആകാശ പുതിയ ഭൂമി ഉണ്ടെങ്കിൽ അത് എന്നാണ് അത് ഉണ്ടാക്കുന്നത്? ഉണ്ടാക്കുന്ന ദിവസത്തിലാണ്. അതുകൊണ്ടാണ് യഹോവയെ ഞാൻ ഉണ്ടാക്കുന്ന വരുവാനുള്ള ദിവസത്തിൽ ഞാൻ ഉണ്ടാക്കുവാനുള്ള ദിവസം എന്ന്. അപ്പോൾ പുതിയ ആകാശ പുതിയ ഭൂമിയുള്ള ബന്ധത്തിലാണ് ഉണ്ടാക്കുവാനുള്ള ദിവസം നിൽക്കുന്നതെന്ന് യെശയ്യാവിൻ്റെ പ്രവചനത്തോടുള്ള ബന്ധത്തിൽ 66-ാം അധ്യായം 22-ാം വാക്യം നോട്ട് ചെയ്തോണം. നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടെങ്കിൽ എങ്ങനെയാണിത് നമ്മൾ പഠിക്കുന്നത് ചോദിച്ചാൽ, മനസ്സിലാക്കുന്നത് ചോദിച്ചാൽ, ബൈബിളുള്ള കാര്യമാണ്. പക്ഷെ അതിൻ്റെ പൊരുള് മനസ്സിലാക്കി അതിൻ്റെ കറക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആ സംശയം മാറും. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് പറയുന്നത്? അപ്പം ഞാൻ കഥാ പറഞ്ഞിരിക്കുന്നത് ഞാൻ ഉണ്ടാക്കുന്ന പുതിയ ആകാശം പുതിയ ഭൂമിയും എൻ്റെ മുമ്പാകെ നിലനിൽക്കുന്ന പോലെ. അപ്പോൾ ദൈവസന്നിധി എന്നേക്കും നിലനിൽക്കുന്നത് ഉണ്ടാക്കുവാനുള്ള പുതിയ ആകാശ പുതിയ ഭൂമിയാണ്. അപ്പോൾ അത് എന്നാണ് ഉണ്ടാക്കുന്ന ആ ദിവസം ഉണ്ടാക്കുവാനുള്ള ദിവസം. അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിന് തെറ്റൊന്നുമില്ലല്ലോ. അതുകൊണ്ടാണ് ഇതിനെ എന്നേക്കും വാഴും എന്നുള്ളതിനെ നമ്മൾ ഉണ്ടാക്കുവാനുള്ള ദിവസമായിട്ട് ബാക്കിയുള്ള വാഴ്ചകളെല്ലാം നീങ്ങിപ്പോകും. എന്നാൽ എന്നേക്കുമായി നിത്യവാഴ്ച ആരംഭിക്കുന്നത് പുതിയ ആകാശ പുതിയ ഭൂമിയിലാണ്. അതുകൊണ്ടാണ് ഇതിനെ ഉണ്ടാക്കാനുള്ള ദിവസം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി മറ്റൊരു വചനം കൂടി വായിച്ചിട്ട് അതിൻ്റെ ക്ലാരിറ്റി ഒന്നുകൂടെ വെളിപ്പെടുത്താം. 4-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഞാൻ ഉണ്ടാക്കുവാനുള്ള ദിവസത്തിൽ ദുഷ്ടന്മാർ നിങ്ങളുടെ കാര്യം കീഴിൽ വെണ്ണീറായിരിക്കൊണ്ട് നിങ്ങൾ അവരെ ചവിട്ടിക്കളയും എന്ന് സൈന്യങ്ങളുടെ യഹോവ ചെയ്യുന്നു. അപ്പോൾ ഉണ്ടാക്കാനുള്ള ദിവസത്തിൽ രണ്ട് വ്യത്യസ്തമായി എന്ന് പറയുക. ഒന്ന്, ഒരു കൂട്ടം ആൾക്കാർ നിക്ഷേപമായിരിക്കും. എന്നാൽ അന്ന് ആ ദിവസം ദുഷ്ടന്മാരുടെ സ്ഥിതിയെക്കുറിച്ച് പറയുമ്പോൾ അവര് കാലിൻ കീഴിൽ വെണ്ണീറായിരിക്കാണ് പറയുന്നത്. അപ്പോൾ 3-ാം അധ്യായം 7-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഉണ്ടാക്കാനുള്ള ദിവസത്തിൽ അവർ എനിക്ക് നിക്ഷേപമായിരിക്കും. ദൈവത്തോടുകൂടി നിൽക്കുന്നവർ പുതിയ ആകാശ പുതിയ ഭൂമിയുള്ള ബന്ധത്തിൽ എന്നേക്കും നിത്യതയുള്ള ബന്ധത്തിൽ അവർ നിക്ഷേപമായിരിക്കും. സ്വർഗീയതേജസ്സ് പ്രാപിക്കുന്നവരും ഭൗമ്യതേജസ്സ് പ്രാപിക്കുന്നവരും ദൈവത്തിൻ്റെ നിക്ഷേപമായിരിക്കും ഉണ്ടാക്കാനുള്ള ദിവസത്തിൽ. അതിന് ആരംഭമിടുന്നത് സേനാ ദിവസത്തിൽ ആരംഭമിടുന്നത്. അപ്പോൾ ആരംഭമിട്ട് അത് 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 പൂർത്തീകരിച്ച് സേനാ ദിവസം അത് സ്വർഗീയതേജസ്സിനുള്ള പൂർത്തീകരണം നടക്കുന്നു. അപ്പം അതിന് ആരംഭമിടുന്നത് മധ്യാകാശ പ്രതിഷ്ഠയുടെ ബന്ധത്തിലാണ്. തേജസ് പ്രാപിക്കാനുള്ള ദൈവം അവിടേക്ക് സ്വർഗീയ കൊണ്ടുവരുന്നത്. സ്വർഗീയതേജസ് പ്രാപിക്കാനുള്ള എണ്ണം പൂർത്തീകരിക്കുന്ന കർത്താവ് സേനാ ദിവസത്തിലാണ്. അവൻ്റെ പവർ, അവൻ്റെ സ്വർഗീയ പുനരുത്ഥാന ശക്തി കൊണ്ട് സ്വർഗാസുഖത്തിൽ അവർ എത്തിച്ചേരും. പിന്നീട് ഉണ്ടാക്കാനുള്ള ദിവസത്തിൽ മുമ്പായിട്ടാണ്, ഒടുക്കത്തെ നാളിലാണ് ഭൗമിക നിത്യതയുള്ള ബന്ധത്തിലുള്ള ആൾക്കാർ പുനരുത്ഥാനം പ്രാപിക്കുന്ന അവർ ഭൗമിക തേജസ് പ്രാപിച്ച് അവർ ഉണ്ടാക്കാനുള്ള ദിവസം ദൈവത്തിന് നിക്ഷേപമായിരിക്കും. ഈ ലോകാരംഭം മുതൽ ഉള്ള മനുഷ്യരിൽ നിന്ന് കാലാകാലങ്ങളായി ദൈവം നിക്ഷേപമായിരിക്കുന്ന വ്യക്തികളെല്ലാം അത് കാണപ്പെടുന്നത് എന്നാണ്? ഉണ്ടാക്കാനുള്ള ദിവസത്തിലാണ്. അത് അന്ന് ആ ദിവസത്തെക്കുറിച്ച് ദുഷ്ടന്മാരുടെ ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ 3-ാം വാക്യം 4-3 പറഞ്ഞിരിക്കുന്നത്, ഞാൻ ഉണ്ടാക്കാനുള്ള ദിവസത്തിൽ ദുഷ്ടന്മാർ നിക്ഷേപമായിരിക്കുന്ന ദൈവത്തിൻ്റെ മക്കളുടെ കാലിൻ കീഴിൽ വെണ്ണീറായിരിക്കുകൊണ്ട് നിങ്ങൾ അവരെ ചവിട്ടിക്കളയുമെന്ന് സൈന്യങ്ങളുടെ യഹോവ ചെയ്യുന്നു. ഇത് രണ്ടും 3-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നതും 3-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് ദൈവത്തിന് നിക്ഷേപമാകുന്നവരെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അത് എന്നാണ് നിക്ഷേപമായിത്തീരുന്നത്? ഉണ്ടാക്കാനുള്ള ദിവസത്തിലാണ്. അന്ന് ദുഷ്ടന്മാരായിട്ടുള്ള ദൈവത്തിന് അകന്നു പോകുന്നത് എവിടെയായിരിക്കും? ഒരു കാലിൻ കീഴിൽ വെണ്ണീറായിരിക്കും. കാലിൻ കീഴിൽ വെണ്ണീർ എന്ന് പറയുമ്പോൾ അത് നിത്യ നരകത്തിലേക്ക് തള്ളിക്കളയുന്ന തന്നെയാണ് വെണ്ണീറാകുക എന്ന് പറയുന്നത്. അപ്പോൾ സാത്താൻ്റെ വീഴ്ചയെക്കുറിച്ച് പഠിക്കുമ്പോൾ സാത്താൻ്റെ ദൈവം പാതപീഠമാക്കും, സാത്താൻ്റെ ദൈവം കാൽ കീഴിലാക്കും. 1000 ആണ്ട് വാഴ്ചയിൽ കാൽ കീഴാകും. അത് ഓരോന്നിനും ഓരോ വാക്കുകൾക്ക് വളരെ അർത്ഥമുണ്ട്. കർത്താവിൻ്റെ മധ്യാകാശ വരവെങ്കിൽ സാത്താനും അവൻ്റെ സൈന്യവും പാതപീഠമാകുന്നു. രണ്ടാമത്തെ വരവെങ്കിൽ സാത്താൻ എന്ത് ചെയ്യുന്നു? അവൻ ദൈവത്തിൻ്റെ കാൽ കീഴിലാകുന്നു. ഉണ്ടാക്കുവാനുള്ള ദിവസത്തിൽ നിത്യനരകാഗ്നിയിൽ അവർ തള്ളപ്പെട്ടു, അവരവിടെ വെണ്ണീറായിരിക്കുന്നു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഉണ്ടാക്കാനുള്ള ദിവസം എന്ന് പറയുമ്പോൾ നിക്ഷേപമായിട്ടുള്ളവർ സ്വർഗാസുഖത്തിൽ എന്നേക്കും കർത്താവിനോട് വാഴുമ്പോൾ, ദുഷ്ടന്മാരായിട്ടുള്ളവർ സാത്താനോടുകൂടെ
നിത്യനരകാഗ്നിയിൽ വെണ്ണീരായിരിക്കും. അതുകൊണ്ടാണ് ആ ദിവസത്തെയാണ് ഉണ്ടാക്കുവാനുള്ള ദിവസം എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് ഒടുക്കത്തെ നാളിലാണ് നിത്യനരകാഗ്നിയിലേക്ക് ചെല്ലാനുള്ള സകലരും എത്തിച്ചേരുന്നത്. അന്ന് അവർ വെണ്ണീറായിരിക്കും. വെണ്ണീർ എന്ന് പറഞ്ഞാൽ പൊടി എന്ന് പറഞ്ഞാൽ അത് കിടന്ന് വേകുകയാണ്. അപ്പോൾ സാത്താൻ പാതപീഠമായി. സാത്താൻ പാതപീഠമാകുന്നത് കർത്താൻ മധ്യാശ്വരവിലാണ്. എന്നാണ് സാത്താൻ കാൽക്കീഴാകുന്നത്? യേശു കർത്താവ് 1000 ആണ്ട് വാഴുമ്പോഴാണ്. എന്നാണ് സാത്താനും അവൻ്റെ കൂട്ടരും വെണ്ണീറാകുന്നത്? ഒടുക്കത്തെ നാൾ കഴിഞ്ഞിട്ട് ഉണ്ടാക്കാനുള്ള ദിവസത്തിൽ നീതിമാന്മാർ ദൈവത്തോട് ചെയ്യുന്നവർ നിക്ഷേപമായി ഉണ്ടാക്കാനുള്ള ദിവസത്തിൽ പൊതുവാന ഭൂമിയിൽ അവർ കാണപ്പെടുമ്പോൾ നിത്യനരകാഗ്നിയിൽ വെണ്ണീറായിരിക്കുമെന്നാണ് പറയുന്നത്. ആ ദിവസത്തെയാണ് ഉണ്ടാക്കുവാനുള്ള ദിവസം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കർത്താവ് എന്നേക്കും വാഴും എന്ന് പറഞ്ഞിരിക്കുന്ന ദിവസത്തെ നമ്മൾ ഡെറൈവ് ചെയ്ത് ഇൻ്റർപ്രറ്റ് ചെയ്തപ്പോൾ അതിനെ ഉണ്ടാക്കിയത്, നമ്മളത് മനസ്സിലാക്കിയത് ഉണ്ടാക്കുവാനുള്ള ദിവസമാണ്. അന്നാണ് കർത്താവ് എന്നേക്കുമായി വാഴും എന്ന് പറഞ്ഞിരിക്കുന്നത്. അതിനുള്ള ബന്ധത്തിൽ ഉണ്ടാക്കാനുള്ളത് അത് മലയാള പുസ്തകത്തിൽ നിന്നും യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ നിന്നും ഉള്ള വിവർത്തനത്തിൽ നിന്ന് ആ കാര്യം മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയും സംശയമുണ്ടെങ്കിൽ അതേക്കുറിച്ച് ചോദിക്കാം, യാതൊരു കുഴപ്പമില്ല. പക്ഷേ ബുദ്ധിക്ക് തെളിവാകുന്ന രീതിയിലുള്ള കാര്യങ്ങൾ വചനത്തെ അടിസ്ഥാനത്തിൽ, ഇപ്പം എൻ്റെ കയ്യിൽ നിന്ന് എടുത്തിട്ട് ഞാൻ പറയുന്നില്ല, വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങളാണ്. പക്ഷെ ഇത് അന്ന് ട്രാൻസ്ലേഷൻ ചെയ്തവർക്ക് അന്ന് അത് വെളിപ്പെടുത്തി കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് അവർ അങ്ങനെയൊക്കെ എഴുതിയിരിക്കുന്നത്, ഡേ ആക്ട് എന്നൊക്കെ എഴുതിയിരിക്കുന്നത്. അപ്പം അവർ എഴുതി തെറ്റാണെന്നോ ഇപ്പം നമ്മളിതെല്ലാം തികവെന്നല്ല പറയുക. പക്ഷെ നമ്മൾ വെളിപ്പെടുത്തിയിരിക്കുന്നതിനകത്ത് വചനപരമായിട്ടുള്ള സാധ്യതയുണ്ട്. അത് തെളിയിക്കാൻ പറ്റും എന്താണെന്നുള്ളത് കൊണ്ടാണ് രേഖപ്പെടുക. അല്ലെങ്കിൽ വെറുതെ എഴുതി വെക്കത്തില്ല. ഇപ്പം സേനാ ദിവസം ഞാൻ ഒരു രാത്രി സ്വപ്നം കണ്ട് എഴുതി വെച്ചതല്ല. വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇതാണ് എന്നുള്ള തെളിവുള്ളത് കൊണ്ടാണ്. ഇത് പ്രസംഗിക്കുക മാത്രമല്ല, ക്ലാസ് എടുക്കുക മാത്രമല്ല, പ്രിന്റ് ചെയ്തിരിക്കുന്നത് കൊണ്ടാണ്. അത് ആര് ചോദിച്ചാലും ഉത്തരം പറയാനുള്ള ബാധ്യത എനിക്കുണ്ട്, ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ടാണ് വേദപുസ്തക അടിസ്ഥാനത്തിൽ ഇതിനെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇന്ന് രാത്രിയിൽ സേനാ ദിവസം എന്താണെന്നുള്ളതും ഉണ്ടാക്കുവാനുള്ള ദിവസം എന്താണെന്നുള്ളതും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്കത് ആർക്ക് വേണമെങ്കിൽ ചോദിക്കാം. മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് അപ്പം അവൻ എന്നേക്കും വാഴും എന്ന് ഉണ്ടാക്കുവാനുള്ള ദിവസമാണെന്ന് ദിവസമാകാറുണ്ട് ഇരിക്കുന്നത്. 24 മൂപ്പന്മാരും കവണ വീണു ദൈവത്തെ നമസ്കരിച്ചു. സർവശക്തിയുള്ള കർത്താവായ ദൈവമേ, ഇരിക്കുന്നവനും വരുന്നവനുമായുള്ളവയെ, നീ മഹാശക്തി ധരിച്ചു വാഴുകയാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അപ്പോൾ രാജ്യത്തെ ഏറ്റെടുത്ത് മഹാശക്തി ധരിച്ച് വാഴുന്നത് കർത്താവിൻ്റെ 1000 ആണ്ട് വാഴ്ചയിലാണ്. അപ്പം അതുകൊണ്ടാണ് നീ മഹാശക്തി ധരിച്ചു വാഴുന്നത് കൂടാരപ്പെരുന്നാൾ എന്നുള്ള നാളിനോട് ബന്ധത്തിൽ നമ്മൾ പഠിപ്പിക്കുന്നത്. ഇപ്പോൾ കർത്താവ് 1000 ആണ്ട് വാഴ്ചയിൽ മഹാശക്തി ധരിച്ച് തേജസ്സിൻ്റെ സിംഹാസനത്തിൽ നിന്ന് വാഴുന്നത് കൂടാരപ്പെരുന്നാളാകുന്ന 1000 ആണ്ട് വാഴ്ചയിലാണ്. അതുകൊണ്ടാണ് നീ മഹാശക്തി ധരിച്ച് വാഴുന്നത് എന്നുള്ളത് കൂടാരപ്പെരുന്നാളിനോട് ബന്ധത്തിൽ, ആ നാളിനോട് ബന്ധത്തിൽ നമ്മളിവിടെ രേഖപ്പെടുത്തി. ഇപ്പോൾ 7 ദിവസം ഇതിനകത്ത് നമ്മൾ കണ്ടെത്തുകയാണ്. അപ്പോൾ ഒന്ന്, നമുക്കത് സേനാ ദിവസം മനസ്സിലാക്കിയെടുത്തു. അത് ലോകരായി നമ്മുടെ കർത്താവിൻ്റെ ക്രിസ്തുവിനുമായി തീർന്നതാണ് സേനാ ദിവസം. നമ്മൾ തെളിവ് മനസ്സിലാക്കി. അവൻ എന്നേക്ക് വാഴുമെന്നതിനകത്ത് നിന്ന് നിത്യതയോട് ബന്ധത്തിൽ ഉണ്ടാക്കാനുള്ള ദിവസമാണെന്ന് നമ്മൾ മനസ്സിലാക്കി. മഹാശക്തി ധരിച്ച് വാഴുന്നത് കൂടാരപ്പെരുന്നാളുടെ ബന്ധത്തിലാണെന്നുള്ളതും നമുക്കത് സംശയമില്ലാതെ കാര്യം. കർത്താവ് മഹാശക്തി ധരിച്ച് വാഴുന്നത് സങ്കീർത്തനങ്ങളിൽ ഏറ്റവും അധികം കർത്താവ് വാഴുന്നത് എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് അവൻ 1000 ആണ്ടോട് വാഴുന്ന സമയമാണ്. അതാണ് മഹാശക്തി ധരിച്ച് വാഴുന്നത്. അന്ന് അവനോടുകൂടെ നമ്മൾ തേജസ്സിൻ്റെ മക്കളായി അവനോടുകൂടെ വാഴും. കർത്താവിന് വരാൻ പോകുന്ന രണ്ടാമത്തെ വരവ് ഭൂമിയിലേക്ക് വരുന്നത് മഹാശക്തിയോടുകൂടി വരുന്നത് വാഴാൻ വേണ്ടിയാണ്. അവൻ മഹാശക്തിയോടും തേജസ്സോടും കൂടെ വരും എന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ പ്രധാന ഭാഗമാണ് ഇവിടെ എടുത്ത് രേഖപ്പെടുന്നത്. മഹാശക്തി ധരിച്ചു വാഴുന്നത് കർത്താവിനെ വരുന്നത് മഹാശക്തിയോടും തേജസ്സോടും കൂടെ വരും എന്നാ പറയുന്നത് രണ്ടാമത്തെ വരവ്. എന്തിനാ വരുന്നത്? അവൻ വാഴുവാൻ വേണ്ടി. ആ ദിവസത്തെ എന്താ പറയുന്നത്? ആ വാഴുന്ന നാളിനെ 1000 ആണ്ട് വാഴ്ച അഥവാ കൂടാര പെരുന്നാൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഇതിനു മുമ്പ് ഇത്രയും വിശദീകരിച്ചിട്ടില്ല. കാരണം ആ വിശദീകരണത്തിൻ്റെ ആവശ്യം വന്നിട്ടില്ല എന്നുള്ളതാണ് വിശദീകരിക്കാഞ്ഞത്. ആരും ചോദിച്ചിട്ടില്ല. അപ്പം അതുകൊണ്ടാണ് വിശദീകരിക്കാതിരുന്നത്. പക്ഷേ ചോദിച്ചാൽ അതിന് ഉത്തരം പറയേണ്ടത് കടമ എന്നിൽ നിക്ഷിപ്തമാണ്. അതുകൊണ്ടാണ് ഇതിനെ വിശദീകരിച്ചു പോകുന്നത്. അപ്പം ഇതിൻ്റെ വെറുതെ ഞാൻ പറഞ്ഞില്ല, ചോദിച്ചാൽ ഉത്തരം പറയാനുണ്ട്. അപ്പം അതുകൊണ്ട് ചോദിക്കാത്തടത്തോളം കാലം ഞാൻ വിചാരിച്ച ആൾക്കും അതൊക്കെ മതിയായിരിക്കും എന്നുള്ള രീതി വിട്ടുപോയതാണ്. പക്ഷേ ചാൾസ് വെറുതെ പറഞ്ഞിരിക്കുന്നത് മനസ്സിലായില്ല. കാരണം ഇത് ഇംഗ്ലീഷിലും തമിഴിലും ഇതിന് വായിക്കുമ്പോൾ ബുദ്ധിമുട്ട് വരും. മലയാളം വായിച്ചു പോകുന്നവർക്ക് വലിയ പ്രയാസം ഉണ്ടാകത്തില്ല. മറ്റേതെങ്കിലും ഭാഷ നോക്കി പോവുകയാണെങ്കിൽ അതിൻ്റെ അകത്തുള്ള പ്രയാസം അനുഭവിക്കും. എനിക്കറിയാം, ഇതുപോലെ കാണത്തില്ല.
അപ്പം അതുകൊണ്ട് അവർക്ക് സംശയമുണ്ടാകും. പക്ഷെ മലയാളം വായിച്ചു വരുന്നാൽ വളരെ കൃത്യമാണ്. നമ്മൾ പറയുന്നത് പോകുന്നത് എല്ലാം മനസ്സിലാകും. സേനാ ദിവസം, ഉണ്ടാക്കാനുള്ള ദിവസം, കൂടാര പെരുന്നാൾ എന്നൊക്കെ മനസ്സിലാകും. പക്ഷെ അതിനെ ഇംഗ്ലീഷ് പറഞ്ഞിരിക്കുന്നത് ദ ഡേ ഓഫ് ടാബർണക്കിൾസ് എന്നാണ്. അപ്പം സെഖര്യാവിന്റെ പുസ്തകം 14-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിൽ അതേക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതാണ് അതിന് തെളിവായിട്ട് നമ്മൾ എടുക്കുന്നത്. സെഖര്യാവിന്റെ പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യം. സെഖര്യാവിന്റെ പുസ്തകം 14-ാം അധ്യായം 19-ാം വാക്യത്തിൽ കർത്താവ് വാഴുന്ന സമയം കൂടാര പെരുന്നാളുടെ ബന്ധത്തിലാകുന്നു എന്നുള്ളത് വെളിപ്പെടുത്തിയിരിക്കുന്നത് 14-ാം അധ്യായം അതിൻ്റെ 19-ാം വാക്യത്തിലാണ്. കൂടാര പെരുന്നാൾ ആചരിക്കേണ്ടതിന് വരാതിരിക്കുന്ന മിസ്രൈമിനുള്ള പാപശിക്ഷയും സകല ജാതികൾക്കുമുള്ള പാപശിക്ഷയും ഇത് തന്നെ. അന്നാൾ കുതിര. അപ്പം കൂടാര പെരുന്നാൾ ഇനി വരാനുള്ളൊരു ദിവസമുണ്ട് എന്ന് പറഞ്ഞാൽ കൂടാര പെരുന്നാൾ. ഇസ്രായേലിന്റെ പെരുന്നാളുകളിൽ പൂർത്തീകരിക്കപ്പെട്ടുകൊണ്ട് പൂർത്തീകരിക്കപ്പെടാൻ ബന്ധുക്കോസ് പെരുന്നാൾ പൂർത്തീകരിക്കപ്പെട്ടു, പെസഹ, ഇതിനെക്കുറിച്ചൊക്കെ നമുക്കറിയാം. എന്നാൽ നിഴലായിരുന്നത് പൊരുളായി തീർന്നു. അപ്പോൾ ഈ കൂടാര പെരുന്നാൾ ഇതുവരെയും പൂർത്തീകരിക്കപ്പെടില്ല. എന്നാൽ എല്ലാവരും വൃക്ഷത്തിന് കീഴിലൊക്കെ സമാധാനത്തോടെ വസിക്കുന്നതിനെയാണ് കൂടാര പെരുന്നാൾ എന്ന് പറയുന്നത്. ഇപ്പോൾ 7 ദിവസം വീടൊക്കെ വിട്ട് ഒരുമിച്ച് താമസിക്കുന്നതാണ് കൂടാര പെരുന്നാൾ. അത് സംഭവിക്കുന്ന കർത്താവിൻ്റെ 1000 ആണ്ട് വാഴ്ചയിലാണ്. അന്ന് നിർഭയത്വം ഉണ്ടാകും, സമാധാനം ഉണ്ടാകും, ആർക്കും പ്രശ്നമില്ല, വന്യമൃഗങ്ങൾ ഉപദ്രവിക്കത്തില്ല. ആ ബന്ധത്തിലാണ്. അത് നിഴലായിരുന്നു, പഴയ നിയമത്തിൽ നിഴലായി. ഇസ്രായേലിനെ സംബന്ധിച്ച് അന്ന് അവരത് നിഴലായിരുന്നു. പക്ഷെ പൊരുളാകുന്നത് കൂടാര പെരുന്നാളിലാണ്. അപ്പം അതുകൊണ്ടാണ് മഹാശക്തി ധരിച്ചു വാഴുന്നത് എന്നുള്ള ബന്ധത്തിൽ നമ്മളതിനെ കൂടാര പെരുന്നാൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. സെഖര്യാവിന്റെ വചനം 14-ാം അധ്യായം 19-ാം വാക്യത്തെ അടിസ്ഥാനമാക്കിയാണ് ഡേ ഓഫ് ടാബർനാക്കിൾസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ മഹാശക്തി ധരിച്ചു വാഴുന്നവരുടെ ബന്ധത്തിലാകുന്നു. അതാണ് കൂടാര പെരുന്നാളുടെ ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്നത്. പിന്നീട് പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ദൈവസന്നിധിയിൽ സുവാസിരിക്കുന്നത്. കൂടാര പെരുന്നാൾ പറഞ്ഞിരിക്കുന്നത് മഹാശക്തി ധരിച്ച് വാഴുന്നു എന്ന ബന്ധത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. കവനോട് ദൈവത്തെ നമസ്കരിക്കുന്നു. കർത്താവായ ദൈവമേ, ഇരിക്കുന്ന എഴുതിനുമായുള്ളവൻ നീ മഹാശക്തി ധരിച്ച് വാഴുകയാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ജാതികൾ കോപിച്ചു, നിന്റെ കോപവും വന്നു. ജാതികൾ കോപിച്ചു, നിന്റെ കോപവും വന്നു. വരുന്നത് പ്രതികാര ദിവസമാണ്. ജാതികൾ കോപിച്ചു, നിന്റെ കോപവും വന്നു. ഇനി നമുക്ക് ദൈവത്തിൻ്റെ ക്രോധവും കലശവും എല്ലാം ഒഴിച്ചു. പക്ഷേ മർമ്മമഗ്രിയം ബാബിലോണിനോട് ദൈവത്തിന് പ്രത്യേകമായിട്ട് പ്രതികാരമുണ്ട്. കാരണം അവളിലാണ് സകല വിശുദ്ധന്മാരുടെയും രക്തം കാണുന്നത്. അവർ ചോദിക്കുന്നുണ്ട്. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിൽ അവർ ചോദിക്കുകയാണ്, എന്നാണ് നീ പ്രതികാരം ചെയ്യുന്നത് ചോദിക്കുന്നുണ്ട്. അപ്പം 6-ാം അധ്യായം 10-ാം വാക്യത്തിൽ പ്രതികാര ദിവസത്തെക്കുറിച്ച് വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം 10-ാം വാക്യത്തിൽ ചോദിക്കുന്നുണ്ട്, നാഥ നീ എന്നാണ് ഞങ്ങളുടെ രക്തത്തെക്കുറിച്ച് പ്രതികാരം ചോദിക്കുമ്പോൾ ആരോടാണ് എന്നുള്ളത് മനസ്സിലാക്കുന്നത് വെളിപ്പാട് പുസ്തകം 18-ാം അധ്യായം അതിൻ്റെ 20-ാം വാക്യം വായിക്കും. വെളിപ്പാട് പുസ്തകം 16-ഉം 17-ഉം 18-ഉം അധ്യായം പഠിക്കുന്നത് പ്രതികാര ദിവസങ്ങളുടെ ബന്ധത്തിലാണ്. അപ്പോൾ അത് ആരാണ് ഈ പ്രതികാര ദിവസത്തിൽ ദൈവം ബാക്കിയുള്ള പ്രതികാരത്തെക്കുറിച്ച് ഒരുപാട് നമുക്ക് കാണാം. പക്ഷേ 1 മണിക്കൂർ കൊണ്ട് ദൈവം പ്രതികാരം ചെയ്യുന്ന ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്നത് മർമ്മമഗ്രിയം ബാബിലോണിലാണ്. അപ്പോൾ പ്രതികാരം ചോദിക്കണമേ എന്ന് യാഗപീഠത്തിന് കീഴിൽ അന്ന് എതിർക്രിസ്തു ഭരണത്തിൽ രക്തസാക്ഷികളാകുന്നവർ സംസാരിക്കുന്നതിനെ കുറിച്ച് പഠിച്ചിരുന്നു. അപ്പോൾ അവരോട് പറഞ്ഞ് സ്വസ്ഥമായിട്ട് പാർക്കണം. അപ്പോൾ ആൾക്കാർ കൂടി വന്നു ചേരാനുണ്ട്. വന്നു ചേരുന്ന സേനാ ദിവസത്തിൽ അന്ന് വരെ വെയിറ്റ് ചെയ്യണം. അന്ന് അത് കഴിഞ്ഞ് കഴിയുമ്പോൾ അപ്പോൾ അതിനോട് മുമ്പായിട്ട് സ്വസ്ഥമായി പാർക്കുക. അപ്പോൾ സേനാ ദിവസം മുമ്പായി പ്രതികാര ദിവസം നടത്തി ദൈവം പ്രതികാരം ചെയ്തിട്ടാണ് സേനാ ദിവസം പൂർത്തീകരിക്കപ്പെടുന്നത്. അപ്പോൾ അതിനോടനുബന്ധമായി പറഞ്ഞിരിക്കുന്ന 18-ാം അധ്യായം അതിൻ്റെ 20-ാം വാക്യം പറഞ്ഞിരിക്കുന്നത്, സ്വർഗമേ, വിശുദ്ധന്മാരും അപ്പോസ്തലന്മാരും പ്രവാചകന്മാരുമായുള്ളവരെ, ദൈവം അവളോട് നിങ്ങൾക്ക് വേണ്ടി പ്രതികാരം നടത്തിയതുകൊണ്ട് അവളെ ചൊല്ലി ആനന്ദിപ്പീൻ. അതേക്കുറിച്ച് നമ്മൾ ചിന്തിക്കും. അപ്പോൾ ദൈവം മർമ്മമഗ്രിയം ബാബിലോണിനോട് പ്രതികാരം ചെയ്യുന്നതുകൊണ്ടാണ് ആ ദിവസത്തെ പ്രതികാര ദിവസം എന്ന് പറഞ്ഞിരിക്കുന്നത്, പ്രതികാര ദിവസം. അപ്പം അത് തെളിവായിട്ട് പറഞ്ഞിരിക്കുന്നത് വെളിപ്പാട് 18-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യവും അതിൻ്റെ 19-2 വേശ്യാവൃത്തി കൊണ്ട് ഭൂമി വഷളാക്കിയ മഹാവേശ്യയ്ക്ക് അവൻ ശിക്ഷ വിധിച്ചു. തൻ്റെ ദാസന്മാരുടെ രക്തം അവളുടെ കയ്യിൽ നിന്ന് ചോദിച്ച് പ്രതികാരം ചെയ്യുകൊണ്ട് അവൻ്റെ ന്യായവിധികൾ സത്യവും നീതിയുമുള്ള. അപ്പം ഒരുപാട് പ്രതികാരങ്ങളും കോപവും ക്രോധവും ഒക്കെ ബൈബിളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ മർമ്മമഗ്രിയം ബാബിലോണിനോട് ദൈവം ആ സമയത്ത് എതിർക്രിസ്തുവിനോട് ചേർന്ന് നിന്ന്
വിശുദ്ധന്മാരുടെ രക്തം ചിന്തിക്കുന്നതുകൊണ്ട്, അവരെ തലയറുത്ത് കൊല്ലുന്നതിൽ ഇത് ഒരുമിച്ച് നിൽക്കുന്നതുകൊണ്ടാണ് ദൈവവും അവളുടെ ന്യായവിധി നടത്തുന്നത്, പ്രതികാരം ചോദിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ദ ഡേ ഓഫ് വെഞ്ചൻസ് എന്ന് പറയുന്നത്, ദ ഡേ ഓഫ് വെഞ്ചൻസ്. ഇപ്പം പ്രതികാര ദിവസത്തിന് ദ ഡേ ഓഫ് വെഞ്ചൻസ് എന്നാണ് അതിൻ്റെ ഇംഗ്ലീഷ് അർത്ഥം. അതിനെ എന്താണ് തമിഴിൽ പറഞ്ഞിരിക്കുന്നത്, മറ്റുള്ള ഭാഷകൾ പറഞ്ഞത് നോക്കുക. പക്ഷെ പ്രതികാരം, ദൈവം പ്രതികാരം ചെയ്യുകയാണ്. അപ്പം ദൈവം തൻ്റെ ദാസന്മാരെ രക്തസാക്ഷികളാകുവാൻ, തല ഛേദിക്കപ്പെടുവാൻ ഒക്കെ സഹിഷ്ണുത കൊടുത്തുകൊണ്ട് ദൈവനാമത്തിന് വേണ്ടി, പഴയ നിയമത്തിൻ്റെ പ്രമാണത്തിന് വേണ്ടി കഴുത്തി വെച്ചു കൊടുക്കും 144,000 പേര്. അതുപോലെ തന്നെ അന്ന് എണ്ണിക്കൂടാത്ത മഹാപുരുഷാരം യേശു എന്ന നാമത്തിന് വേണ്ടി തങ്ങളുടെ കഴുത്ത് ഏൽപ്പിച്ചു കൊടുക്കും. അവരുടെ ശരീരത്തിൽ നിന്ന്, ഉടലിൽ നിന്ന് തല ഛേദിച്ചു മാറ്റും. അങ്ങനെ അവിടെ രക്തം വീഴുന്ന ഭൂമിയിൽ ദൈവം പ്രതികാരം നടത്തുന്നതിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് വെളിപ്പാട് 17-18 അധ്യായം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതേക്കുറിച്ചാണ് പ്രതികാര ദിവസത്തോടെ ബന്ധത്തിൽ പഠിക്കുന്നത്. അപ്പോൾ പ്രതികാര ദിവസത്തെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ജാതികളിൽ കോപിച്ചു, നിന്റെ കോപവും വന്നു. അപ്പം ജാതികൾ കോപിച്ചു നിന്റെ കോപം വന്നു എന്നുള്ളത് പ്രതികാര ദിവസത്തോട് ബന്ധത്തിൽ നമ്മൾ പഠിപ്പിക്കുന്നു. അപ്പോൾ എല്ലാ ജാതിയുടെ കോപത്തോടും ദൈവം പ്രതികാരം ചെയ്ത് തീർക്കുന്നതാണ് പ്രതികാര ദിവസം. അപ്പോൾ അതിന് 1 മണിക്കൂറിൻ്റെ പ്രതികാരത്തെക്കുറിച്ചാണ് ബാബിലോട് പറഞ്ഞിരിക്കുന്നത്. ബാക്കിയുള്ള സമയത്ത് അത് പൂർത്തീകരിക്കപ്പെടുന്നുണ്ട്. അതേക്കുറിച്ച് നമ്മൾ അതിനോടുള്ള ബന്ധത്തിൽ പഠിക്കുന്നതായിരിക്കും. അപ്പോൾ ജാതികൾ കോപിച്ചു, നിന്റെ കോപവും വന്നു എന്നുള്ളത് നമ്മളതിനെ പ്രതികാര ദിവസത്തോടെ ബന്ധത്തിൽ നമ്മൾ എടുത്തു പഠിപ്പിക്കുന്നത് മർമ്മം മഗ്ദിയാം ബാബിലോണിൻ്റെ ന്യായവിധിയെക്കുറിച്ചാണ്. അടുത്ത പറയുന്നത് മരിച്ചവരെ ന്യായം വിധിപ്പാനും. അത് ഒരു വാക്കാണ്, മരിച്ചവരെ ന്യായം വിധിക്കുക. ദാസന്മാരെ പ്രവാചകന്മാർക്കും വിശുദ്ധന്മാർക്കും ചെറിയ വലിയമാർക്കും പ്രതിഫലം നൽകുവാനുള്ള, ഭൂമി നശിപ്പാനുള്ള കാലവും വന്നു. ചില കാര്യം ഒരുമിച്ച് പറയണം. ഒന്ന്, ജാതികൾ കോപിച്ചു, നിന്റെ കോപവും വന്നു. ഒന്ന്, മരിച്ചവരെ ന്യായം വിധിപ്പാൻ, അതൊരു സംഭവമാണ്. 3, ദാസന്മാർ പ്രവാചകന്മാർക്കും വിശുദ്ധന്മാർക്കും വലിയവരുമാർക്ക് പ്രതിഫലം കൊടുക്കാനുള്ളത്. 3, 4, ഭൂമി നശിപ്പിക്കാനുള്ള കാലം. അപ്പൊ ഈ 4 കാര്യങ്ങൾ 4 ദിവസത്തോടുള്ള ബന്ധത്തിലാണ് വെളിപ്പെട്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മുടെ പ്രതികാര ദിവസത്തെക്കുറിച്ച് പഠിച്ചു, നമ്മൾ സേനാ ദിവസത്തെക്കുറിച്ചും കർത്താവിൻ്റെ കൂടാര പെരുന്നാളിനെ കുറിച്ചും ഉണ്ടാക്കാനുള്ള ദിവസത്തെക്കുറിച്ചും നമ്മൾ പഠിച്ചു. പക്ഷെ ബാക്കിയുള്ള 4 ദിവസങ്ങളെക്കുറിച്ചാണ് ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന 17-ാമത്തെ വാക്യത്തിലും 18-ാം വാക്യത്തിലും പറഞ്ഞിരിക്കുന്നത് 4 ദിവസങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അതിന് മുകളിൽ പറഞ്ഞിരിക്കുന്ന 15-16 വാക്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് 3 ദിവസങ്ങളെക്കുറിച്ചാണ്. ഇപ്പോൾ ലോകരാജ്യത്ത് നമ്മുടെ കർത്താവിന് ദിവസമായി തീർന്നിരിക്കുന്നു സേനാ ദിവസം, എന്നേക്കും വാഴും ഉണ്ടാക്കുവാനുള്ള ദിവസം. നീ മഹാശക്തി ധരിച്ചു വാഴുന്നു. മഹാശക്തി ധരിച്ചു വാഴുന്നത് 1000 ആണ്ട് വാഴ്ച കൂടാരപ്പെരുന്നാൾ. ബാക്കിയുള്ള 4 ദിവസങ്ങളെ കുറിച്ച് പറയുന്നത് 18-ാമത്തെ വാക്യത്തിൽ നിന്റെ കോപവും വന്നു, ജാതികൾ കോപിച്ചു, നിന്റെ കോപം വന്നു. അത് പ്രതികാര ദിവസം, മർമ്മമായ ന്യായവിധി. മരിച്ചവരെ ന്യായം വിധിക്കുന്നത് എന്നാണ്. മരിച്ചവരെ ന്യായം വിധിക്കുന്നത് വേദപുസ്തകം മാത്രം ആഴമായി ചിന്തിക്കുന്നവർക്ക് ഇത് ഗ്രഹിച്ചെടുക്കാൻ കഴിയത്തുള്ളൂ. അല്ലെങ്കിൽ മരിച്ചവരെ ന്യായം വിധിക്കുന്നത് എന്നാണെന്ന് ചോദിച്ചാൽ അത് എന്നാണെന്ന് പലർക്കും പറയാൻ പറ്റത്തില്ല. പക്ഷേ വചനാടിസ്ഥാനത്തിൽ അതിന് തെളിവ് തന്നുകൊണ്ട് അത് ഒടുക്കത്തെ നാളാണെന്നുള്ളത് വെളിപ്പെടുത്താനായിട്ട് യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 48-ാമത്തെ വാക്യം വായിച്ച് ഈ ദിവസം അതാണെന്ന് വെളിപ്പെടുത്താൻ കർത്താവ് ക്ഷണപ്പെടുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 48-ാമത്തെ വാക്യം വായിക്കുമ്പോഴാണ് മരിച്ചവരെ ന്യായം വിധിക്കുന്നത് ഒടുക്കത്തെ നാളിലാകുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ ഇതൊന്നും ശരിയായ രീതിയിൽ ഗ്രഹിക്കാത്തത് കൊണ്ടാണ് അന്ത്യന്യായവിധിയെക്കുറിച്ചൊക്കെയുള്ള ഒരുപാട് തെറ്റായിട്ടുള്ള ചിന്തകളും കർത്താൻ 2-ാമത്തെ വരവ് അന്ത്യന്യായം നടക്കുന്നതിനെ കുറിച്ചും അത് മരിച്ചവരെല്ലാം എഴുന്നേറ്റ് വരും, കല്ലറ തുറക്കുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല എഴുതിയിരിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 48-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ വളരെ വ്യക്തമായിട്ട് മരിച്ചവരെ ന്യായം വിധിക്കുന്നത് എന്നാണെന്ന് കർത്താവ് തന്നെ പറഞ്ഞിരിക്കുക. കർത്താവ് പറഞ്ഞിരിക്കുന്നതാണ് നമ്മൾ ഏറ്റെടുക്കേണ്ടത്. എൻ്റെ വചനം കൈക്കൊള്ളാതെ എന്നെ തള്ളിക്കളയുന്നവനെ ന്യായം വിധിക്കുന്നവനുണ്ട്. ഞാൻ സംസാരിച്ച വചനം തന്നെ ഒടുക്കത്തെ നാളിൽ അവനെ ന്യായം
വിധിക്കും. ഇതൊക്കെ എടുത്ത് പഠിപ്പിക്കേണ്ട വിഷയങ്ങളാണ്. പഠിപ്പിച്ചിട്ടുണ്ട് അന്ത്യന്യായവിധിയോടുള്ള ബന്ധത്തിൽ പഠിപ്പിച്ചു. പക്ഷെ എത്ര പേർക്ക് മനസ്സിലായെന്നുള്ളത് എനിക്കറിയത്തില്ല. അന്ത്യന്യായവിധി, ജീവനുള്ള അന്ത്യന്യായവിധി, മറ്റന്ത്യന്യായവിധി പഠിപ്പിച്ചിട്ടുണ്ട്, പിന്നെ മനസ്സിലാവും. പക്ഷെ ഇവിടെ ഈ ഒടുക്കത്തെ നാളാണ് മരിച്ചവനായി. ഇപ്പോൾ ഒരു വാക്ക്, 2 വാക്കുകളേ ഉള്ളൂ. പക്ഷെ അതിൻ്റെ അകത്തുനിന്ന് നമുക്ക് വിശദീകരണം ചെയ്ത് കിട്ടുമ്പോൾ മരിച്ചവനായി വിധിക്കുക എന്ന് പറഞ്ഞിരിക്കുന്നത് ഒടുക്കത്തെ നാളിൽ നടക്കുന്ന സംഭവമാണ്. ഇപ്പം ന്യായവിധിയിൽ അകപ്പെടുന്ന അഥവാ ദുഷ്ടന്മാരായിട്ടുള്ളവർ മരിച്ചു പോയി കഴിഞ്ഞാൽ അവരാരും തന്നെ ഈ പറയുന്ന 1000 ആണ്ട് വാഴ്ച കഴിഞ്ഞ് ആകാശം ഇല്ലാതാകുവോളം അവരാരും ഉണരുന്നില്ല. അതുകൊണ്ടാണ് യോ പറഞ്ഞത് ആകാശം ഇല്ലാതാകുവോളം അവർ ഉണരുന്നില്ല. അപ്പം അവര് ഉറക്കം എന്ന് പറഞ്ഞാൽ അവരുടെ ശരീരം നിദ്രയിലായിരിക്കും, ആത്മാവ് യാതനാസ്ഥലത്തായിരിക്കും. പറഞ്ഞാൽ ആത്മാവിലെ ജീവൻ അതാണ് യാതനാസ്ഥലത്തായിരിക്കും, അല്ലെങ്കിൽ നരകത്തിലായിരിക്കും, ഒന്നെങ്കിൽ പാതാളത്തിലോ അതോ പാതാളത്തിലായിരിക്കും. ഒടുക്കത്തെ നാളിലാണ് നിത്യജീവന യോഗ്യതയുള്ളവരുമുണ്ട്. അതേക്കുറിച്ച് ഞാൻ ഇപ്പം പറഞ്ഞു പോകാം. ഒടുക്കത്തെ നാളിനുള്ള ബന്ധത്തിൽ മരിച്ചവരനായി വിധിക്കുക എന്നുള്ള പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അതിന് മുമ്പ് നീതിമാന്മാരായിട്ടുള്ള വിശുദ്ധന്മാരുടെ പുനരുത്ഥാനം നടന്നു പോകും. എന്നാൽ മരിച്ചു പോകുന്ന, ലോകാരംഭത്തിൽ മരിച്ചുപോയ ഒന്നാമത്തെ കഠിനഭാവിയായിരിക്കുന്ന കൈനെ എടുക്കുക. കൈൻ ഈ മരിച്ചുപോയി, അവൻ 100 എത്രയോ വർഷം, 1000 വർഷം താഴെ, എനിക്കറിയത്തിൽ എത്ര വർഷം ജീവിച്ചെന്ന് അവൻ്റെ ആയുസ്കാലം കൂട്ടിയിട്ട് കണക്കാക്കിയിട്ടില്ല. നീതിമാന്മാരുടെ വംശാവലി എഴുതിയപ്പോൾ ആയുസ് എഴുതിയിരിക്കുന്നു. ദുഷ്ടന്മാർ മരിച്ചുപോയതിനെ കുറിച്ച് അവരുടെ തലമുറകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എത്ര വർഷം ജീവിച്ചതെന്ന് ദൈവം രേഖപ്പെടുത്തിയിട്ടില്ല. പക്ഷെ അവിടെ തലമുറ പേരെഴുതി വെച്ചിട്ടുണ്ട്, അതിൻ്റെ മക്കളെ കുറിച്ചൊക്കെ രേഖപ്പെടുത്തുന്നു. പക്ഷേ ആയുസ് എഴുതിയിട്ടില്ല. പക്ഷേ നീതിമാന്മാരുടെ പട്ടിക എഴുതിയപ്പോൾ ദൈവം അതിൻ്റെ അവിടെ ആയുസ്സും കൂടി എഴുതി വെച്ചു. അപ്പം എന്നാൽ ദുഷ്ടന്മാരെ കുറിച്ച് കൈന മരിച്ചു എന്ന് വിചാരിക്കുക. ആദ്യമായിട്ട് മരിച്ചു വന്ന ദുഷ്ടൻ ആയിരിക്കുന്ന കൈനാണെങ്കിൽ അവൻ നരകത്തിലാണ്. നരകത്തിൽ ആയിരിക്കുന്ന കൈൻ്റെ പ്രാണൻ അഥവാ അവൻ്റെ ആത്മാവിന് ഒരു മാറ്റമില്ലാതെ അവിടെ കഠിനയാതനയിലാണ്. എന്നാണ് അവൻ്റെ ശരീരത്തിൽ അവൻ വന്ന് നിത്യ നരകാഗ്നിയിലേക്ക് പോകുന്നതെന്ന് ചോദിച്ചാൽ, ഈ പറയുന്ന ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞു നരകാഗ്നി ഉള്ളവർ അവിടെ കിടന്ന യാതന കൊള്ളുക, കഠിനയാതനയിൽ പെട്ടിരിക്കുക. എന്നാണ് ഇവർ പുനരുത്ഥാനം പ്രാപിക്കുന്നത്? കർത്താവിന്റെ മധ്യാകാശ വരവ് കഴിഞ്ഞും ഹർമോദയ യുദ്ധം കഴിഞ്ഞ് 2ാമത്തെ വരവ് കഴിഞ്ഞ് 1000 ആണ്ട് വാഴ്ച എല്ലാം കഴിഞ്ഞ് ഒടുക്കത്തെ നാളിലാണ് ഇവരെന്ത് ചെയ്യുന്നത്? പുനരുത്ഥാനം പ്രാപിച്ച് ലജ്ജയോടുകൂടെ പുനരുത്ഥാനം പ്രാപിച്ച് തേജസ്സില്ലാതെ നിത്യശിക്ഷാവിധിക്ക് പോകുന്നത്. അതുകൊണ്ടാണ് മരിച്ചവരെ ന്യായം വിധിക്കുക എന്നുള്ളത് നമ്മളിവിടെ രേഖപ്പെടുത്തി ഒടുക്കത്തെ നാളാകുന്നു എന്നുള്ളത്. ഒരു ദിവസം നമുക്കവിടെ കിട്ടുകയാണ്. അപ്പം ഈ 11ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന അത്രയും വചനത്തിൻ്റെ അകത്ത് നിന്ന് നമ്മൾ 7 ദിവസങ്ങളെ വെളിപ്പെടുത്തുന്നത് 7 ഇടിനാദത്തിൽ പറഞ്ഞിരിക്കുന്ന മഹാകാര്യങ്ങൾ. ഇവിടെ പറഞ്ഞു അവൻ്റെ മഹിമാനാദം മഹാകാര്യങ്ങളെയാണ് ചെയ്യുന്നുള്ളത്. അപ്പോൾ 7 ഇടിനാദം എഴുതാതെ വിട്ടേക്കാൻ പറഞ്ഞിട്ട് അതിൽ മറിഞ്ഞിരിക്കുന്നത് 7 മഹാകാര്യങ്ങളാണ്, 7 ദിവസങ്ങളോടുള്ള ബന്ധത്തിലാണെന്ന് പഠിപ്പിക്കുമ്പോൾ, ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു, ലോകസ്ഥാപനത്തെങ്കൽ പ്രവൃത്തി മുഴുവനും അഥവാ ദൈവം മനോഹരമായി സൃഷ്ടിച്ച 1ാമത്തെ ഭൂമി പാഴ്ശൂന്യമായി ഇരുളിനാൽ മാറ്റപ്പെട്ടു. ശൂന്യമായി തീർന്നതിനെ ലോകസ്ഥാപനത്തിൽ മനോഹരമാക്കി മനുഷ്യന് വാസയോഗ്യമായി മനുഷ്യൻ സൃഷ്ടിക്കപ്പെടുന്നുള്ള 7 ദിവസങ്ങളാണെങ്കിൽ ഈ പറയുന്ന ഇപ്പോഴത്തെ ലോകം അതിൻ്റെ ദുഷ്ടതയെല്ലാം അവസാനിച്ച് ദൈവത്തിന് നിശ്ചയമായിരിക്കുന്നവരോട് കൂടെ ദൈവം നിത്യതയിൽ വാഴുവാൻ വേണ്ടി ദൈവം വെളിപ്പാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന 7 ദിവസങ്ങളാണ്. ഉൽപ്പത്തി പുസ്തകത്തിലെ 7 ദിവസം ശൂന്യതയിൽ നിന്ന് ഉളവാക്കപ്പെട്ട ഭൂമി പാഴ്ശൂന്യമായി പോയെങ്കിൽ അതിനെ ദൈവം മനോഹരമാക്കി മനുഷ്യവാസമാക്കി ഇഹലോക ജീവിതത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ദൈവം പ്ലാൻ ചെയ്തെടുത്തെങ്കിൽ വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന 7 ദിവസങ്ങൾ കൊണ്ട് ദൈവം അനാദിയിൽ പ്ലാൻ ചെയ്തിരുന്ന പുതിയ ആകാശം പുതിയ ഭൂമിയിലേക്കുള്ള ദൈവത്തിന് നിശ്ചയമായിരിക്കുന്നവരോടുള്ള ബന്ധത്തിലുള്ള വാഴ്ചയെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പ്രവൃത്തി പൂർത്തീകരിക്കപ്പെടുന്നത് വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന 7 ദിവസങ്ങളുള്ള ബന്ധത്തിലാണ്. അതേക്കുറിച്ചാണ് 7 ഇടിനാദത്തോടുള്ള ബന്ധത്തിൽ പറഞ്ഞപ്പോൾ ഉൽപ്പത്തിയിൽ 7 ദിവസങ്ങൾ കാണാം. അത് ഈ ഭൂമിയിലുള്ള ജീവിതത്തോടുള്ള ബന്ധത്തിലാണ്. അതിനുശേഷമായി വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്ന 7 ദിവസങ്ങൾ, ഈ 7 ദിവസം പൂർത്തീകരിക്കപ്പെട്ട് കഴിയുമ്പോൾ നടക്കാൻ പോകുന്നത് നമുക്കറിയാം. പൊതുവാന ഭൂമിയിലേക്ക് പ്രവേശിക്കും. ഒരു കൂട്ടര് വെണ്ണീരായി കാലിന് കീഴിൽ അഥവാ നരകാഗ്നിയിൽ, നിത്യനരകാഗ്നിയിൽ എന്നേക്കുമായി വെണ്ണീരാകുമ്പോൾ മറുഭാഗത്ത് ദൈവത്തോടു കൂടെ നിൽക്കുന്നവർ അവനോടുകൂടി നിത്യമായി
വാഴുന്നതിനെ കുറിച്ചാണ് രേഖപ്പെടുന്നതാണ്. 7 ദിവസങ്ങൾ, ഉൽപ്പത്തി ദിവസത്തെ 7 ദിവസങ്ങളുണ്ടെങ്കിൽ വെളിപ്പാട് ദിവസത്തിലെ 7 ദിവസങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നത്. പ്രതികാര ദിവസം, സേനാ ദിവസം, കുഞ്ഞാടിൻ്റെ കല്യാണ നാൾ, മനുഷ്യന് വെളിപ്പെടുന്ന ക്രോധ ദിവസം, കൂടാരപ്പെരുന്നാൾ, ഒടുക്കത്തെ നാൾ, ഉണ്ടാക്കാനുള്ള ദിവസം പഠിപ്പിക്കുമ്പോൾ നമ്മളിപ്പോൾ ഈ പറയുന്ന വചനത്തെ നമ്മൾ അതിൻ്റെതായിട്ട് അർത്ഥത്തെ മനസ്സിലാക്കിയപ്പോൾ നമുക്ക് മനസ്സിലായി പ്രതികാര ദിവസം എന്താണെന്ന് മനസ്സിലായി, സേനാ ദിവസം എന്താണെന്ന് നമുക്ക് മനസ്സിലായി. അതുപോലെ ഇവിടെ കൂടാര പെരുന്നാളുടെ ബന്ധത്തിൽ നമ്മളത് മനസ്സിലാക്കിയെടുത്തു. ഒടുക്കത്തെ നാളിനെ കുറിച്ച് മനസ്സിലാക്കി അത് ഒടുക്കത്തെ നാളിലെ മരിച്ചവരെ ന്യായം വിധിക്കുന്നുള്ളത് രേഖപ്പെടുത്തി. അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന ക്രമത്തിനനുസരിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ലോകരാജ്യത്ത് നമ്മുടെ കർത്താവിൻ്റെ ക്രിസ്തുവിനുമായ സേനാ ദിവസം അവൻ എന്നും നീക്കും വാഴുമെന്നുള്ളത് നിത്യതയോട് ബന്ധത്തിൽ മാനവരാശിയുടെ നിത്യതയോട് ബന്ധം ഉണ്ടാക്കുവാനുള്ള ദിവസം. മഹാശക്തി ധരിച്ച് വാഴുന്നത് കൂടാര പെരുന്നാളാണ്. 1000 ആണ്ട് വാഴ്ച, സഹസാത്ത വാഴ്ച, ജാതിയുടെ കോപം അതിന്മേൽ സുരക്ഷ, ദൈവത്തിൻ്റെ കോപമരുന്നമായ കാലം, പ്രതികാര ദിവസം, മരിച്ചവരെ ന്യായവിധിപ്പാനുള്ള കാലം, ഒടുക്കത്തെ നാളാകുന്നു. അതാണ് നമ്മളിവിടെ മനസ്സിലായി. പിന്നീട് ദൈവദാസന്മാരായ പ്രവാചകന്മാർക്കും വിശുദ്ധന്മാർക്കും ചെറിയൊരു വലിയവരുമായ അവൻ്റെ ഭക്തന്മാർക്കും പ്രതിഫലം കൊടുക്കാനുള്ള കാലം കുഞ്ഞാടിൻ്റെ കല്യാണ നാളിലാണ്. അതവർക്ക് കിട്ടുന്ന പ്രതിഫലമാണ്. പക്ഷേ നമുക്ക് പ്രതിഫലമല്ല, നാം പ്രതിഫലം വാങ്ങിക്കാൻ വേണ്ടി സിംഹാസനിയല്ല. നാലോചക കുഞ്ഞാടാം ദൈവമാണ് പ്രതിഫലം കൊടുക്കുന്നെങ്കിൽ നമ്മൾ കൂടി മണവാട്ടി കൂടിയാണ് പ്രതിഫലം കൊടുക്കുന്നവരാണ്. നമ്മൾ പ്രതിഫലം വാങ്ങുന്നവരല്ല, പ്രതിഫലം കൊടുക്കുന്നവരാണ്. ആരാ പ്രതിഫലം വാങ്ങുന്നവരാണ്? ദൈവത്തിൽ ദാസന്മാരായ പ്രവാചകന്മാരും വിശുദ്ധന്മാർക്കും ചെറിയവരും വലിയവരും. ഇതിനകത്ത് അപ്പോസ്തലന്മാരെ കുറിച്ച് പറഞ്ഞിട്ടില്ല. അപ്പോസ്തലൻ പദവി എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് വേദവസ്തു പറഞ്ഞിരിക്കുന്ന ഓരോ വാക്കുകളുടെയും വിലയും നിലയും മനസ്സിലാക്കാൻ പിന്നീട് അത് മനസ്സിലാക്കിയിട്ടില്ല. ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുമ്പോൾ ദൈവദാസന്മാരായ അപ്പോസ്തലന്മാരെ കുറിച്ച് പറഞ്ഞില്ലല്ലോ, പ്രവാചകന്മാർക്കും വിശുദ്ധ അപ്പോസ്തലന്മാരെ കുറിച്ച് പറഞ്ഞില്ല എന്നുള്ളത് ഒന്ന് മനസ്സിൽ കുറിച്ചു വെച്ചോണം. എന്താണെന്നുള്ളത് തുടർന്നുള്ള പഠനത്തെ മനസ്സിലാകും. അപ്പോൾ ദൈവദാസന്മാരായ പ്രവാചകന്മാർക്കും, അഥവാ പ്രവാചകന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നത് പുതിയ നിയമസഭയുടെ തോഴിമാരുടെ ഗണത്തിൽപ്പെടുന്നവരാണ് പ്രവാചകന്മാരായിട്ട് വരുന്നത്. വിശുദ്ധന്മാർ എന്നുള്ളത് നമുക്കറിയാം പഴയ നിയമത്തിൻ്റെ ശ്രേഷ്ഠന്മാരായിരിക്കുന്ന വിശുദ്ധന്മാരാണ്. വിശുദ്ധന്മാരുടെ ബന്ധി വരുന്നത് ചെറിയൊരു വലിയവരുമായ അവരുടെ ഭക്തന്മാർ എന്നുള്ളത് കല്യാണം നാൾ കഴിഞ്ഞാൽ ഉടൻ തന്നെ ഭൂമിയിലേക്ക് വരുമ്പോൾ ഭൂമിയിൽ വ്രതന്മാരായിട്ട് നിൽക്കുന്നവർ കല്യാണ സദ്യ പ്രവേശിക്കും. പിന്നെ പട്ടണാധികാരികൾ അതാണ് പ്രതിഫലം കൊടുക്കുന്നത്. അതിനായി നമുക്ക് കുഞ്ഞാടിൻ്റെ കല്യാണ നാൾ എന്ന് പറയാം. കുഞ്ഞാടിൻ്റെ കല്യാണ നാൾ കഴിഞ്ഞാൽ ഭൂമിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഭൂമിയിലുള്ളവർക്ക് പ്രതിഫലം കൊടുക്കും. സ്വർഗാസ്വർഗത്തിൽ എത്തിച്ചേരുന്ന വിശുദ്ധന്മാർക്ക് അവർ കുഞ്ഞാടിൻ്റെ കല്യാണ നാളിലാണ് അവർക്ക് പ്രതിഫലം ലഭിക്കുന്നത്. എന്നാൽ നമുക്ക് ലഭിക്കുന്ന പ്രതിഫലം നാം അവനെ ലഭിക്കുകയാണ്. യേശുവിനെ തന്നെ മണവാളനെ ലഭിക്കുന്നതിനേക്കാൾ വലുതായിട്ട് ഇനി എന്താണ് ലഭിക്കാനുള്ളത്? അതുകൊണ്ട് അത് ലഭിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവനോടുകൂടെ പ്രതിഫലം കൊടുക്കുന്നവരുടെ കൂട്ടത്തിലാണ് നിൽക്കുന്നത്. നമ്മൾ ക്രിസ്തുവിനോട് പ്രതിഫലം കൊടുക്കുന്നവരാണ്. പ്രതിഫലം വാങ്ങുന്നവരാണ് പ്രവാചകന്മാരും വിശുദ്ധന്മാരും അവരെ കുഞ്ഞാടിൻ്റെ കല്യാണ നാളിലാണ് പ്രതിഫലം കൊടുക്കുന്നത്. അതിനെയാണ് ഇവിടെ കല്യാണ നാൾ എന്ന് പറയുന്നത്. ഭൂമിയെ നശിപ്പിക്കുന്നവർ നശിപ്പാനുള്ള കാലം എന്നുള്ളത് മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന ക്രോധ ദിവസമാണ്. അവൻ ക്രോധ ദിവസത്തിൽ രാജാക്കന്മാരെ എന്ത് ചെയ്യും? ക്രോധത്തിൽ ചതച്ച് കളയും എന്ന് പറഞ്ഞിരിക്കുന്നത്. അവരെ ഇല്ലാതാക്കി കളയും. ക്രോധ ദിവസത്തെക്കുറിച്ച് മനുഷ്യൻ ദ ഡേ ഓഫ് റാത്ത് സെബന്യാവിൻ്റെ പ്രവചനം 1-ാം അധ്യായം 13-ാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഈ ക്രോധ ദിവസം നടക്കുന്നത് അവൻ ഇരുമ്പ് കോൽ കൊണ്ട് അവരെ മേയിക്കും. അവൻ രാജാക്കന്മാരെ തൻ്റെ ക്രോധ ദിവസത്തിൽ അവരെ തകർത്ത് കളയുമെന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് ക്രോധ ദിവസമാണ്. അപ്പോൾ ക്രോധ ദിവസത്തെ ഇപ്പം ഭൂമിയെ നശിപ്പിക്കുന്ന ആരാണ്? ഭൂമി നശിപ്പിക്കുന്നത് ക്രിസ്തു കള്ളപ്രവാചകൻ അവൻ്റെ സൈന്യമെല്ലാം കൂടിയാണ് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അവൻ്റെ ആൾക്കാരെല്ലാം കൂടി നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരെ നശിപ്പാനുള്ള കാലമാണ് മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന ക്രോധ ദിവസം. പിന്നീട് ആർക്കും ഭൂമിയെ നശിപ്പിക്കാൻ കഴിയത്തില്ല. ഇനി ആർക്കും നശിക്കാൻ കഴിയത്തില്ല. ഇന്നാണ് ഭൂമിയെ നശിപ്പാനുള്ള നടക്കുന്നത്. പക്ഷേ ഇതിന് അവസാനം വരുന്നത് മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന ക്രോധ ദിവസത്തിലാണ്. ക്രോധ ദിവസത്തെക്കുറിച്ച് നിരവധി ഭാഗങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വെളിപ്പാട് പുസ്തകം അത് സെബന്യാവിൻ്റെ പുസ്തകം 1-ാം അധ്യായം പറഞ്ഞിട്ടുണ്ട്. ക്രോധ ദിവസത്തെക്കുറിച്ച് സങ്കീർത്തനത്തിൽ 2-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നതും ഇതോടെ ബന്ധത്തിൽ പറയുന്നപ്പോൾ ഈ രാജാക്കന്മാർ, ഭൂമിയുടെ രാജാക്കന്മാരെല്ലാം കൂടിയാണ് ഭൂമിയെ നശിപ്പിക്കുന്നത്. അപ്പോൾ അവിടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി എല്ലാവരും ദൈവം സൃഷ്ടിച്ച ഭൂമിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവരെ നശിപ്പിക്കാൻ വേണ്ടി കർത്താവ് അവരെ ഇല്ലാതാക്കി കളയും, അവരെ ചതച്ച് കളയും എന്നുള്ളത് ദൈവവചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്.
അപ്പോൾ 2 സംഖ്യ 5 വാക്യം, അന്ന് അവരെ കോപത്തോടെ അവരോട് അരുളി ചെയ്യും, ക്രോധത്തോടെ അവരെ ഭ്രമിപ്പിക്കുന്ന പറയുന്നത്, ഇരുമ്പ് കൊണ്ട് അവരെ തകർക്കും, കുശവന്റെ പാത്രം പോലെ അവരെ ഉടച്ചു കളയും എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ തൻ്റെ ക്രോധ ദിവസത്തിൽ ആണ് കർത്താവ് ഭൂമിയെ നശിപ്പിക്കുന്നവരെ നശിപ്പിച്ച് കളയുന്നത്. അതേക്കുറിച്ച് നമ്മൾ ചിന്തിക്കും. അപ്പോൾ ഈ 7 ദിവസത്തെക്കുറിച്ച് എങ്ങനെയാണ് നമുക്ക് ലഭിച്ചത്, 7 ഇടിനാഥമായിരിക്കുന്നത് 7 ദിവസമാകുന്നു എന്നുള്ളതിൻ്റെ ഏകദേശമായിട്ടുള്ള ഒരു ഇതാണ് ലഭിച്ചെങ്കിൽ, തുടർന്ന് നമ്മൾ പഠിക്കുമ്പോൾ ഇതിൻ്റെ വിശദീകരണത്തിൽ കുറച്ച് കാര്യങ്ങൾ കൂടി മനസ്സിലാകും. അപ്പോൾ സംശയങ്ങൾ മാറിക്കിട്ടുകയും ചെയ്യും. ഇന്ന് രാത്രിയിൽ ഈ പറഞ്ഞിരിക്കുന്ന 7 ദിവസം എങ്ങനെയാണ് നമ്മൾ വെളിപ്പാട് ദിവസം 11-ാം അധ്യായത്തിൻ്റെ 15 മുതൽ 18 വരെയുള്ള വാക്യങ്ങളെന്ന് അത് വ്യാഖ്യാനിച്ചെടുത്തത് എന്നുള്ളതിൻ്റെ ഏകദേശം ഒരു രൂപം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. 7 ദിവസം ഉണ്ടെന്നുള്ളതിന് സംശയം ആർക്കില്ലല്ലോ. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഇനി അത് വരാനുള്ള ദിവസങ്ങളുടെ ബന്ധത്തിലുണ്ട് എന്നുള്ളതിന് ആർക്കും ഒരു സംശയം കാണത്തില്ല. പ്രതികാര ദിവസമുണ്ട്, സേനാ ദിവസമുണ്ട്, കുഞ്ഞാടിൻ്റെ കല്യാണ നാളുണ്ട്, മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന ക്രോധ ദിവസമുണ്ട്, കൂടാര പെരുന്നാളാകുന്ന 1000 ആണ്ട് വാഴ്ചയുണ്ട്, ഒടുക്കത്തെ നാളാകുന്ന ആകാശം ഭൂമിയും ഓടിപ്പോകുന്ന കത്തി കഴിയപ്പെടുന്ന ദിവസമുണ്ട്, ഉണ്ടാക്കാനുള്ള ദിവസം പുതിയ ആകാശം പുതിയ ഭൂമിയുണ്ട്. ഇത് ഉണ്ടെന്നുള്ളത് ആർക്കും സംശയമില്ല. പക്ഷെ ഇത് എവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന് മർമ്മമായി രേഖപ്പെടുത്തി എവിടെയെന്ന് ചോദിക്കുമ്പോൾ, വെളിപ്പാട് ദിവസം 11-ാം അധ്യായത്തിലെ നമുക്ക് 15 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് ഈ 7 ദിവസങ്ങളെ നാം വ്യാഖ്യാനിച്ചെടുത്തു എന്നുള്ളത് ദൈവവചനത്തിൻ്റെ ആധികാരികതയിലും ദൈവവചനത്തിൻ്റെ തെളിവിലും ആണ് നമ്മൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഒരിക്കലും ഏതെങ്കിലും പുസ്തകങ്ങളെ റെഫർ ചെയ്തോ ഏതെങ്കിലും കമൻട്രി നോക്കിയോ ഉണ്ടാക്കിയെടുത്തതല്ല. ഇത് നിങ്ങൾക്ക് ഏത് കമൻട്രി വായിച്ചു നോക്കാം. നിങ്ങൾ വിവിധ ട്രാൻസ്ലേഷൻ അവർക്ക് തന്നെ കൺഫ്യൂഷനാണ്. അവർക്ക് തന്നെ ഇത് ദ ഡേ ഓഫ് ദ ആക്ട് ആണോ, ദ ഡേ ഓഫ് സ്ട്രെങ്ത് ആണോ എന്നൊക്കെ ഒരുപാട് സംശയങ്ങളുണ്ട്. ഏത് കമൻട്രി നിങ്ങൾ വായിച്ചു നോക്കിക്കോ, നിങ്ങൾ റെഫർ ചെയ്ത് നോക്കിയോ. അപ്പം അതിനകത്തൊക്കെ അവർ കൺഫ്യൂഷനാണ്. എന്താണെന്ന് എഴുതാതിരിക്കുമ്പോൾ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, മലയാളം ബൈബിളിനായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കാരണം മലയാളം ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എനിക്ക് വായിച്ച് മനസ്സിലാക്കാനും അതിൻ്റെ അകത്തുള്ള മർമ്മങ്ങളാണെന്ന് മനസ്സിലാക്കാനും സാധിച്ചതിനായി കർത്താവിന് കോടാനുകൂടി സ്തോത്രം അർപ്പിക്കുന്നു. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഈ പറഞ്ഞ വിഷയങ്ങൾ ഉണ്ടല്ലോ, ഈ പറയുന്ന 7 ദിവസങ്ങളുണ്ടല്ലോ. അതിപ്പോൾ ഏത് ലാംഗ്വേജിലും ആയിക്കോട്ടെ ഉണ്ടല്ലോ. പ്രതികാര ദിവസം ഡേ ഓഫ് വെഞ്ചൻസ്, സേനാ ദിവസം ഡേ ഓഫ് ദ പവർ ഓഫ് ദൈ പവർ, കല്യാണ ദിവസം ഡേ ഓഫ് ദ മാരേജ് ഓഫ് ദ ലാംബ്, 19-ാം അധ്യായം 7-ാം വാക്യം കുഞ്ഞാണ്ട കല്യാണം, 19-ാം അധ്യായം 7-ാം വാക്യം, മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന ദിവസം ദ ഡേ ഓഫ് ദ റാത്ത്, സബന്യാവിന്റെ പുസ്തകം 1-ാം അധ്യായം 13-ാം വാക്യം, കൂടാര പെരുന്നാൾ, സെക്രട്ടറി 14-ാം അധ്യായം 19-ാം വാക്യം ദ ഡേ ഓഫ് ടാബർനാക്കിൾസ്, ഒടുക്കത്തെ നാൾ, യോഹന്നാൻ സുവിശേഷം 12-ാം അധ്യായം 48 ലാസ്റ്റ് ഡേ, ഒടുക്കത്തെ നാൾ, ലാസ്റ്റ് ഡേ എന്നുള്ളതാണ് ഒടുക്കത്തെ നാൾ, ഉണ്ടാക്കുവാനുള്ള ദിവസം, ദ ഡേ ഓഫ് ഗോഡ് ഈസ് മേക്കിംഗ്, മലാഖിയുടെ 3-ാം അധ്യായം 17 അല്ലെങ്കിൽ 4-ാം അധ്യായം 3. അതിനെ മറ്റേത് ലാംഗ്വേജിൽ വായിച്ചാലും ഇതാണ് ഇതിൻ്റെ 7 ദിവസങ്ങൾ. രാത്രിയിൽ 7 ദിവസങ്ങളുള്ള ബന്ധത്തിൽ നാം പഠിപ്പിക്കുന്നത് വചനാടിസ്ഥാനത്തിലാകുന്നു എന്നുള്ളതിൻ്റെ വ്യക്തത ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് തുടർന്നുള്ള പഠനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇനിയും ഇത് സംബന്ധമായിട്ട് ആർക്കെങ്കിലും ഏതെങ്കിലും ഭാഷാപരമായിട്ടോ ഏതെങ്കിലും വ്യാഖ്യാനപരമായിട്ടോ എന്തെങ്കിലും സംശയം നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഡിബേറ്റിന് തയ്യാറാണ്. ഞങ്ങൾക്കത് ഓപ്പണായിട്ട് ചോദിക്കാം, യൂട്യൂബിൽ ചോദിക്കാം, ഞങ്ങൾക്ക് രഹസ്യമായിട്ട് ചോദിക്കാം, പരസ്യമായിട്ട് ചോദിക്കാം. ചോദിച്ചാൽ എന്നാലാവോളം ലഭിച്ചിരിക്കുന്ന കൃപയ്ക്കനുസരിച്ച് അതിൻ്റെ മറുപടി നൽകാമെന്നും വാക്ക് പറഞ്ഞുകൊണ്ട് തുടർന്നുള്ള പഠനത്തിലേക്ക് പ്രവേശിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇവിടെ തുടർന്ന് നമ്മൾ ചിന്തിക്കുന്നത്, അപ്പോൾ 7-ാമത്തെ ക്രോധകലശം ദൂതൻ ആകാശത്തിൽ ഒഴിക്കുന്നതോടെ സംഭവിച്ചു തീർന്നെന്നുള്ള സ്വർഗീയ പ്രഖ്യാപനത്തിന് ശേഷം വെളിപ്പാട് രേഖപ്പെടുത്തിയിരിക്കുന്ന സംഭവങ്ങളെ കുറിച്ചാണ് 7 നാളുകളോടുള്ള ബന്ധത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം ഇതിനായിട്ട് യോഹന്നാനെ മരുഭൂമിയിൽ വെച്ചുണ്ടാകുന്ന 3-ാമത്തെ ആത്മവിശുദ്ധരാണ് ഇത് മുഴുവൻ അവൻ ദർശിക്കുന്നത്. അപ്പോൾ സ്വർഗീയ മണ്ഡലത്തിൽ ഇത് കയറി വരിക എന്ന് പോയ യോഹന്നാൻ അവിടെ തന്നെ നിൽക്കുകയല്ല. വെളിപ്പാട് 22 അധ്യായം എഴുതിയിട്ടല്ല താഴോട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ കണ്ടു, ഈ 6-ാമത്തെ കാഹളം ധ്വനിച്ചു കഴിഞ്ഞ് 7-ാമത്തെ കാഹളം ധ്വനിച്ചു കഴിയും ഓതുന്ന ശേഷമായി ഈ പറയുന്ന സ്വർഗീയ മണ്ഡലത്തിൽ നിന്ന് ഭൗമിക മണ്ഡലത്തിലേക്ക് യോഹന്നാൻ വന്നു. പിന്നീട് 3-ാമത്തെ ആത്മവിശുദ്ധിയിലാണ് ഇത് മുഴുവനും അവൻ ദർശിക്കുന്നത്. അതിൽ 1-ാമത്തെ സംഭവമായ മർമ്മം മഗ്ദിയ ബാബിലോണിന്റെ ന്യായവിധിയെക്കുറിച്ചാണ്
പ്രതികാര ദിവസത്തോടുള്ള ബന്ധത്തിൽ നാം ചിന്തിക്കുന്നത്. ഇപ്പോൾ ഈ വെളിപ്പാട് ദിവസം പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ പറയുന്ന 7 ദിവസങ്ങളെ ദൈവകൃപയാൽ കണ്ടെത്തിയത്. അപ്പം എനിക്ക് വെളിപ്പാട് ദിവസം 17 18 അധ്യായം പഠിപ്പിക്കണമെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ഈ പ്രതികാര ദിവസത്തെക്കുറിച്ച് മനസ്സിലാകണം. അപ്പം അതെന്താണെന്ന് വെളിപ്പെടുത്തി കിട്ടി. അപ്പോൾ ഇന്ന് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന 7 ദിവസങ്ങളെ അവിടെ മർമ്മമായി പറഞ്ഞിരിക്കുമ്പോൾ അതിനെ ഓർഡറിൽ നമ്മൾ ക്രമപ്പെടുത്തി പഠിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് സേനാ ദിവസം, ഉണ്ടാക്കുവാനുള്ള ദിവസം, കൂടാരപ്പെരുന്നാൾ, പ്രതികാര ദിവസം, ഒടുക്കത്തെ നാൾ, കുഞ്ഞാണ്ട് കല്യാണ നാൾ, മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന ദിവസം എന്നായിരുന്നു 7 ദിവസങ്ങളുടെ ബന്ധത്തിൽ ആ പാസേജ് വായിച്ചപ്പോൾ നമ്മൾ ലഭിച്ച ദിവസങ്ങളെ അതിൻ്റെ ക്രമപ്പെടുത്തി പഠിപ്പിക്കുന്നതിന് തെറ്റൊന്നുമില്ല. അത് അങ്ങനെയല്ല പഠിപ്പിക്കേണ്ടത്. ഈ പ്രവചനം അങ്ങനെ കിടക്കുന്നത്. പ്രവചനം ഒരിക്കലും അതങ്ങനെ ഓർഡറിൽ വെക്കത്തില്ല. അതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് എടുക്കാനായിട്ട്. ഇപ്പം നമ്മൾ 11-ാം അധ്യായം 15 മുതൽ 18 വാക്യം വായിക്കുമ്പോൾ സേനാ ദിവസം, ഉണ്ടാക്കാനുള്ള ദിവസം, കൂടാരപ്പെരുന്നാൾ, പ്രതികാര ദിവസം, ഒടുക്കത്തെ നാൾ, കുഞ്ഞാണ്ട് കല്യാണ നാൾ, മനുഷ്യത്വം വെളിപ്പെടുന്ന ദിവസം, ഇങ്ങനെ ക്രോസ് കിടക്കുന്നത്. ഇങ്ങനെ പഠിപ്പിക്കാൻ പറ്റത്തില്ല. സേനാ ദിവസത്തെ വെച്ച് പഠിപ്പിക്കാൻ പറ്റത്തില്ല. ഇനി നടക്കേണ്ടതെന്നാണോ അതിൻ്റെ ഓർഡറിലേക്ക് നമ്മൾ എടുത്തു. അപ്പം പഠിച്ചപ്പോൾ മനസ്സിലായി ഇനി നടക്കാൻ പോകുന്നത് 17-ഉം 18-ഉം അധ്യായമാണ്. അതിനെ നമ്മൾ മർമ്മം മകതിയ അവരുള്ള ബന്ധത്തിൽ ദൈവം പ്രതികാരം ചെയ്യുന്ന ദിവസമായി കണക്കാക്കി അതിനെ പ്രതികാര ദിവസം എന്ന് പേരിട്ട് പഠിപ്പിക്കുന്നു. പ്രതികാര ദിവസം. അതിനുശേഷമായി സേനാ ദിവസത്തെക്കുറിച്ച് പഠിപ്പിക്കും. സേനാ ദിവസം കുഞ്ഞാട് രാജ്യത്ത് മേറ്റ ശേഷമാണ്. മഹാരാജാവിൻ്റെ കല്യാണമാണ് കുഞ്ഞാണ്ട് കല്യാണം നാൾ. കല്യാണം കഴിഞ്ഞിട്ടാണ് മണവാട്ടിയും പരിവാര സമേതമായിട്ട് മനുഷ്യത്വം വെളിപ്പെടുന്നത്. ക്രോധത്തോടുകൂടി പോയി വരുന്നത്. അവൻ അന്ന് ദുഷ്ടന്മാരെ കാറ്റുപോലെ പാറ്റും, പതിര് കടാത്ത തീരിട്ടുകൾ, അത് ജീവനുള്ളോട് ന്യായവിധിയ. അന്ന് ആരും തന്നെ മുഴുത്താൻ പാടില്ല. അപ്പം ന്യായവിധി നടക്കുന്നുണ്ട്. അന്ന് നരകത്തിന് തള്ളിക്കളയുന്നുണ്ട്. പക്ഷെ അന്ന് ജീവനോടിരിക്കുന്നവരെയാണ്. മരിച്ചവർ ഒറ്റയാൾ പോലും ഉയർത്തെഴുന്നേൽക്കുന്നില്ല. അന്ന് മരിച്ചവരെല്ലാം എടുക്കുന്ന കൊടുക്കുന്ന നാളില്ല. നമ്മൾ വ്യത്യാസമുണ്ട്. മനസ്സിലായി. നരകത്തിൽ തള്ളിയിട്ടില്ലോ എന്ന് പറഞ്ഞപ്പം മരിച്ചവരെല്ലാം കൂടെ എഴുന്നേറ്റ് വിട്ടില്ല. കാരണം 1000 ആണ്ട് വാഴ്ച കഴിയുവോളം ദുഷ്ടന്മാരുണ്ട്. അപ്പം അതിൻ്റെ എണ്ണം തീരുന്നില്ല. അത് സമുദ്രത്തിലുള്ള നിരയുണ്ട്, പാതാളത്തിൽ നിരയുണ്ട്, നരകത്തിൽ നിരയുണ്ട്, തീർന്നു പോയിട്ടില്ല. മരണനിരകളിൽ കർത്താവിൻ്റെ മധ്യാകാശ കർത്താവിൻ്റെ 2ാമത്തെ വരവിന് മുമ്പ് പുനരുത്ഥാനം പ്രാപിക്കും, സ്വർഗ്ഗദേശം പ്രാപിക്കുന്നിടത്ത് മാത്രമേ ഉള്ളൂ. അത് പർദീസിലെ 3-ാം സ്വർഗം, 2-ാം സ്വർഗം, 1-ാം സ്വർഗം, ഭൂമിക്ക് കീഴിലുള്ളവർ. ബാക്കിയുള്ളവർ ആരും ഉണരുന്നില്ല. അവർ മരിച്ചവരൊക്കെ ഒടുക്കത്തെ നാളിലാണ് പുനരുത്ഥാനം പ്രാപിക്കുന്നത്. അപ്പോൾ കൂടാരപ്പെരുന്നാൾ കഴിഞ്ഞാൽ ഒടുക്കത്തെ നാൾ കഴിഞ്ഞാൽ ഉണ്ടാക്കാൻ ദിവസം എന്നുള്ളതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ വെളിപ്പാട് ദിവസത്തിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ പഠിക്കാൻ സാധിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ അല്പസമയം വേഗത്തിൽ ചിന്തിക്കുന്നത് ഈ പ്രതികാര ദിവസത്തെക്കുറിച്ചുള്ള ഇൻട്രൊഡക്ഷൻ മാത്രം നൽകാം. ബാക്കി ഇന്ന് രാത്രിയിൽ എടുത്ത ഈ വിഷയം കൊണ്ട് നിങ്ങൾക്കതിൻ്റെ സംശയങ്ങൾ മാറി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഇതുവരെ അത്രയും വിശദീകരണം കൊടുത്തിട്ടില്ല. കാരണം ഞാൻ വിചാരിച്ചു അതിൻ്റെ ആവശ്യകത ഇല്ല എന്നുള്ളത് കൊണ്ടാണ് കൊടുക്കാതിരുന്നത്. എന്നാൽ ആവശ്യകത വന്നതുകൊണ്ടാണ് ഇന്ന് രാത്രിയിൽ അതിനെ വിശദീകരണം വന്നിരിക്കുന്നത്. ഇനിയും നമുക്ക് സംശയമുണ്ടെങ്കിൽ നമുക്കത് ഡിസ്കസ് ചെയ്യാം. അത് സന്തോഷമേ ഉള്ളൂ. ഇന്ന് യോഹന്നാനുണ്ടാകുന്ന 3-ാമത്തെ ആത്മവിശുദ്ധ മഗ്ദലിയ ബാബിലോണിൻ്റെ ന്യായവിധിയും തുടർ സംഭവങ്ങൾ കാണിക്കേണ്ടതിന് ദൂതൻ അവനെ ആത്മാവിൽ മരുഭൂമിയിലേക്ക് കൊണ്ടുപോകുന്നതാണെന്നുള്ളത് 17-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. പിന്നെ 7 കലശമുള്ള 7 ദൂതന്മാരിൽ ഒരുവൻ വന്ന് എന്നോട് സംസാരിച്ചു. വരിക, ഭൂമിയിലെ രാജാക്കന്മാർ. അപ്പം ഇവൻ നിൽക്കുന്നത് എവിടെയായിരുന്നു എന്നുള്ളത് മുമ്പ് നമ്മൾ കണ്ടല്ലോ. നമ്മളിപ്പോൾ നമ്മൾ 10-ാം അധ്യായത്തിൽ കണ്ടു. ആ ദൂതൻ നിൽക്കുന്ന ആ സ്ഥലത്ത് നിന്നാണ്, അവിടെ നിന്നാണ് ഇവൻ വരുന്നത്. അപ്പോൾ അവൻ്റെ അടുത്തേക്ക് ഈ ദൂതൻ ചെന്നിട്ട് പറയുക, എൻ്റെ അടുത്ത് വരാൻ പറയുകയാണ്. അപ്പോൾ 10-ാം അധ്യായത്തിലാണ് സമുദ്രത്തിലും ഭൂമിമേൽ കാൽ വെച്ച് ഒരു ദൂതൻ നിൽക്കുന്നത് കണ്ട് അവൻ്റെ കയ്യിൽ നിന്ന് പുസ്തകം വാങ്ങി തിന്നുന്നതും അതിനുശേഷം അവൻ കണ്ടത് പ്രവചിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം അവനെ ആത്മവിവശതയിൽ മരുഭൂമിയിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി ഒരു ദൂതൻ വന്ന് പറയുകയാണ് യോഹന്നാനോട്. പിന്നെ 7 കലശമുള്ള 7 ദൂതന്മാരിൽ ഒരുവൻ വന്നു എന്നോട് സംസാരിച്ചു. വരിക, ഭൂമിയിലെ രാജാക്കന്മാരോട് വേശ്യാവൃത്തി ചെയ്ത് തൻ്റെ വേശ്യാവൃത്തിയുടെ മദ്യത്താൽ ഭൂവാസികളെ മത്തരാക്കിയവളായി പെരുവെള്ളത്തിന്മീതെ ഇരിക്കുന്ന മഹാവേശ്യയുടെ ന്യായവിധി ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞു. ഓരോ സംഭവങ്ങളെ
യോഹന്നാന് വെളിപ്പെടുത്തി കൊടുക്കുക, മരുഭൂമിയിലേക്ക് കൊണ്ടുപോവുക. മരുഭൂമി എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഇപ്പോൾ ആത്മാവില്ലാത്ത ഭൂമിയെക്കുറിച്ചാണ് മരുഭൂമി എന്ന് പറയുന്നത്. മരുഭൂമിയാണ്. അപ്പോൾ അവിടെ ദൈവം അവളെ സ്ത്രീയുടെ സന്ധി ശേഷിപ്പുള്ളവരെ സൂക്ഷിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. യേശുക്രിസ്തുവിൻ്റെ ഭരണം പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല. അതേക്കുറിച്ചാണ് ഇവിടെ മരുഭൂമി എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 7 കലശം ഒഴിച്ച ശേഷമാണ് ദൈവകോപത്തിൻ്റെ ക്രോധമധ്യമുള്ള പാത്രം മഹാബാബിലോണ് കൊടുക്കേണ്ടതിന് അവളെ ദൈവത്തിൽ ഓർത്തത്. അപ്പോൾ ഇത് മഹാബാബിലോനുള്ള ബന്ധത്തിലുള്ള ന്യായവിധിയാണ് ദൈവം നടത്താൻ പോകുന്നത്. അവിടെ ദൈവത്തിന് ഓർക്കുന്നത് അത് കാണിപ്പാണ് അവനെ 7 ക്രോധകലശമുള്ള 7 ദൂതന്മാർ ഒരുവൻ ആത്മവിശുദ്ധിയിൽ മരുഭൂമിയിലേക്ക് കൊണ്ടുപോകുന്നത്. 7ാമത്തെ ക്രോധകലശം ആകാശത്തിൽ ഒഴിക്കുന്ന അതേ സമയത്ത് താമസമിന യോഹന്നാനെ ആത്മാവിൽ മരുഭൂമിയിലേക്ക് കൊണ്ടുപോകുന്നതുകൊണ്ടാണ് 7 ക്രോധകലശം ഒഴിച്ചു കഴിഞ്ഞാൽ അന്നേരം തന്നെ ആത്മാവിൽ ഈ യോഹന്നാനെ ആത്മവിശുദ്ധിയിൽ മരുഭൂമിയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ 7 ക്രോധകലശ ദൂതന്മാർ ഒരുവൻ പറഞ്ഞു എന്ന് പറഞ്ഞിരിക്കുന്നത്. അവനെ കൊണ്ടുപോകുന്നത് 7 ക്രോധകലശ ദൂതന്മാരിൽ ഒരുവനാകുന്നു. 17-ാം അധ്യായം 1-ാം വാക്യത്തിലും അതുപോലെ 21-ാം അധ്യായം 9-ാം വാക്യത്തിൽ 7 ക്രോധകലശ 7 ദൂതന്മാർ ഒരുവനാണ് ആത്മവിശുദ്ധ അവനെ ഈ പറയുന്ന മലയിലേക്ക് കൊണ്ടുപോയി ദർശനം കൊടുക്കുന്നത്. അപ്പോൾ മരുഭൂമി എന്നതുകൊണ്ട് ആത്മാവാം ജീവജല നദി ഒഴുകാത്ത ഭൂമി എന്നാകുന്നു. ഇപ്പം 2 ആത്മവിശ്വതയുടെ ബന്ധത്തിൽ 3-ാമത്തെയും 4-ാമത്തെയും ആത്മവിശ്വത എന്നുള്ളത് ഒരു ദൂതനാണ് വന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നത്. അത് 17-ാം അധ്യായം 1-ാം വാക്യത്തിൽ മരുഭൂമിയിൽ അവനെ കൊണ്ടുപോകുന്നു. എന്നാൽ 21-ാം അധ്യായത്തിൽ 9-ാം വാക്യത്തിൽ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് 21-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിലും ഒരു ദൂതനാണ് അവനെ കൊണ്ടുവന്നത്. യന്തിപാത 7 നിറഞ്ഞ 7 കലശമുണ്ടായിരുന്ന 7 ദൂതന്മാർ ഒരുത്തൻ വന്ന് എന്നോട് വരിക, കുഞ്ഞാളിന്റെ കാന്തിയായ മണവാട്ടിയെ കാണിച്ചിരാന്ന് പറഞ്ഞു. അപ്പോൾ വരിക എന്ന് പറഞ്ഞുകൊണ്ട് മരുഭൂമിയിലേക്ക് കൊണ്ടുപോകുന്നത് പൈശാചിക സാത്താനിക പ്രവർത്തി മുഖാന്തരമായി വളർത്തിയെടുത്ത മർമ്മം മകതിയ ബാബിലോൺ എന്ന വേശ്യയാകുന്ന ദൈവത്തിൽ നകന്നുപോയ ലോകസ്നേഹമുള്ളവരെ വെളിപ്പെടുത്തുന്നെങ്കിൽ ഒരു മലയിലേക്ക് കൊണ്ടുപോയി അന്ത്യപാത 7 കാഴ്ച 7 ദൂതന്മാർ ഒരുത്തൻ വന്ന് എന്നോട് വരിക, കുഞ്ഞാണ്ട് കാന്തയായ മണവാട്ടിയെ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് എന്നെ ആത്മവിശുദ്ധിയിൽ ഉയർന്നൊരു വൽമലയിൽ കൊണ്ടുപോയി. അപ്പോൾ മരുഭൂമിയിൽ കൊണ്ടുപോയി കാണിക്കുന്നത് ലോകസ്നേഹത്തിന് അടിമപ്പെട്ടു പോയ ജാതീയ ശക്തികളെ കാണിക്കാനാണ് അവനെ മരുഭൂമിയിലേക്ക് കൊണ്ടുപോകുന്നത്. എന്നാൽ അതുപോലെ തന്നെ ഒരു ദൂതൻ ആത്മവിശുദ്ധിയിൽ വരിക എന്ന് പറഞ്ഞു കൊണ്ടുപോയി കാണിക്കുന്നത് ഒരു വൻമലയിൽ കൊണ്ടുപോയി കാന്തയാകുന്ന മണവാട്ടിയെ കാണിക്കുകയാണ്. അപ്പോൾ 3-ാമത്തെ ആത്മവിശുദ്ധിയിൽ ശരിക്കും സാത്താൻ്റെ പ്രവർത്തന മുഖാന്തരമായി ഉളവാകുന്ന ലോകസ്നേഹത്തിൻ്റെ കൂട്ടത്തെയാണ് ആത്മാവിലുള്ള മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി ആത്മീയ മരുഭൂമിയാകുന്ന ലോകത്തിൽ ഉള്ള കാര്യങ്ങളെക്കുറിച്ച് കാണിച്ചിട്ട് യോഹന്നാൻ അപ്പോസ്തലൻ വെളിപ്പെടുത്തി കൊടുക്കുന്നെങ്കിൽ ക്രിസ്തുയേശുവിനെ സ്നേഹിക്കുന്ന, അക്ഷയമായി സ്നേഹിക്കുന്ന ആത്മമണവാട്ടിയെ കാണിക്കുന്നതാണ് 4-ാമത്തെ ആത്മവിശുദ്ധ. ഏത് കാര്യവും അവസാനിക്കുന്നത് നന്മയിൽ അവസാനിക്കുന്നത്. ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി പോലും തിന്മയിലല്ല അവസാനിക്കുന്നത്, എല്ലാം നന്മയിൽ. പക്ഷെ നമ്മൾ വായിക്കുമ്പോൾ, നമ്മൾ ചിന്തിക്കുമ്പോൾ, ഇതെല്ലാം വായിക്കുമ്പോൾ അതിൽ കഷ്ടം, പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ, വല്ലാത്ത കഷ്ടം വരുന്നു, അയ്യോ അങ്ങനെയാകുന്നു, വൻമഴ പോലൊന്ന് വീഴുന്നു, വെള്ളം കൈപ്പാകുന്നതെല്ലാം കണ്ടുപോയി അവസാനം പ്രിയപ്പെട്ടവരെ വേദവസ്തവും വചനം എഴുതി അവസാനിപ്പിച്ചിരിക്കുന്നത് അവൻ്റെ യേശുവിനെ അക്ഷയമായി സ്നേഹിക്കുന്ന മണവാട്ടിയെ കാണിച്ചുകൊണ്ടാണ്, കാന്തയായ മണവാട്ടിയെ. എന്നാൽ മറുഭാഗത്ത് 3-ാമത്തെ ആത്മവിശുദ്ധിയിൽ മർമ്മമഗതിയ ബാബിലോണാകുന്ന ലോകസ്നേഹത്തിൻ്റെ കൂട്ടത്തെ, സാത്താനെ സ്നേഹിക്കുന്ന, ലോകത്തിലുള്ളവനെ സ്നേഹിക്കരുത് എന്ന് കർത്താവ് നമ്മളോട് വാക്ക് പറഞ്ഞിട്ടുണ്ട്, നമ്മളെ പ്രബോധിപ്പിച്ചിട്ടുണ്ട്. അപ്പം ലോകസ്നേഹികളുടെ കൂട്ടത്തിൻ്റെ ആഗമനമായിരിക്കുന്ന കേന്ദ്രസ്ഥാനത്തെയാണ് മർമ്മമഗതിയ ബാബിലോണുള്ള ബന്ധത്തിൽ അത് ബിസിനസ് സമൂഹത്തെ കാണിക്കുന്നു. സമ്പത്തുണ്ടാക്കാൻ വേണ്ടി, ഈ ലോകത്തിൻ്റെ സ്നേഹമാണ് ലോകത്തിൽ വാരിക്കൂട്ടാൻ വേണ്ടിയുള്ള വലിയ കാഴ്ചപ്പാടോട് തന്ത്രത്തോടു കൂടി അവരിവിടെ നിക്ഷേപത്തിന് വേണ്ടി ഓടിക്കൂടുക എന്ന് ലോകരാഷ്ട്രങ്ങളുടെ പ്രധാന വിഷയം. നമുക്കറിയാം, ലോകത്തിൽ മനുഷ്യൻ്റെ ലോകസ്നേഹം വരുമ്പോൾ വ്യഗ്രതയാണ്, വാങ്ങിക്കൂട്ടാനുള്ള വലിയ വ്യഗ്രതയാണ്. നിക്ഷേപത്തെ ഇവിടെ കൂട്ടുക. അതുകൊണ്ട് കഥ പറഞ്ഞത്
നിന്റെ നിശ്ചയം ഇരിക്കുന്നിടത്ത് നിന്റെ ഹൃദയം ഇരിക്കും. എന്നാൽ ദൈവത്തിന് നിശ്ചയമായി തീരുവാൻ, അതിശ്രേഷ്ഠമായ നിശ്ചയമായി തീരുവാൻ നമ്മുടെ ഹൃദയം നമ്മുടെ ആത്മമണവാളിനോട് ചേർന്നിരിക്കണം. അവനിരിക്കുന്നിടത്തായിരിക്കണം നമ്മുടെ ഹൃദയം ഇരിക്കുന്നത്. അപ്പോൾ ലോകസ്നേഹത്തിന്റെ കൂട്ടമാകുന്ന ഈ ലോകത്തിന്റെ നിക്ഷേപത്തിന് വേണ്ടി ബിസിനസ് സമ്പ്രദായങ്ങളെ വെളിപ്പെടുത്തി എന്തും എങ്ങനെയും ചെയ്ത് വഞ്ചിച്ചും പ്രാപട്യം കാണിച്ചും കൊന്നുകളഞ്ഞും കൊണ്ട് അവരുടേതായിട്ടുള്ള സമൂഹത്തെ വളർത്തിയെടുത്തൊരു വലിയ വീമ്പളക്കി അഹങ്കാരികളായി നിൽക്കുന്ന ഒരു കൂട്ടം നിൽക്കുമ്പോൾ, മറുഭാഗത്ത് ഇതിനകത്ത് ഞാൻ ഈ സന്ദേശം അവസാനിപ്പിക്കുമ്പോൾ അവൻ്റെ കാന്തയാകണ മണവാട്ടി. ഇവിടെ നമുക്ക് വീട് വേണം, പണം വേണം, എല്ലാം വേണം, പ്രിയപ്പെട്ടവരെല്ലാം വേണം. പക്ഷേ നമ്മുടെ ലക്ഷ്യം, നമ്മുടെ നിക്ഷേപം ഇവിടുത്തെ തീർന്നു പോകുന്ന പുഴുവും തുരുമ്പും എടുത്ത് കള്ളന്മാർ തുറന്ന് മോഷ്ടിക്കുന്നതുമായ നിക്ഷേപമല്ല. ഒരിക്കലും ആർക്കും മോഷ്ടിക്കാൻ കഴിയാത്ത കുഞ്ഞാട്ടിൽ രക്തത്തിൽ വിലയായി തീർന്നുകൊണ്ട് അവനിൽ നമ്മുടെ ഹൃദയത്തെ ഏകാഗ്രമാക്കി വെച്ചുകൊണ്ട് നമ്മുടെ ഏകാഗ്രത നിർമ്മലതയെ വിട്ടുപോകാതെ അവൻ്റെ നമ്മലകന്യകയായി നിൽക്കുവാൻ. അതുകൊണ്ട് സപ്പോപായത്താൽ ഹവ്യയെ ചതിച്ചതുപോലെ നിങ്ങളുടെ ഏകാഗ്രതയും നമ്മലതയും നഷ്ടപ്പെട്ടു പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഇന്ന് രാത്രിയിൽ പൗലോസ് പറയുകയാണ്, ഞാൻ പാരമ്പര്യത്തിൻ്റെ ഓടിയതാ, ഇവിടുത്തെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ഓടിയതാ, പക്ഷേ എല്ലാം ചവറന്നെണ്ണിയിട്ട് ഞാൻ ഏകാഗ്രതയോടും നമ്മലതയോടും ഓടുന്നത് ക്രിസ്തുവിനോട് ചേരണമെന്നുള്ള ആഗ്രഹമാണ്. അതുകൊണ്ട് പറഞ്ഞിരിക്കുന്നത് ഇതിനകത്ത് പൗലോസ് പറഞ്ഞല്ലോ, നിങ്ങളുടെ പിശാച് ഹവ്വയെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളെ ഏകാഗ്രത നമ്മലതയും വിട്ട് നിങ്ങൾ വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അതുകൊണ്ട് വഷളത്വം നിറഞ്ഞ ലോകത്തിൽ നമുക്ക് ജീവിക്കുവാൻ ഇന്ന് രാത്രിയിൽ നമുക്ക് ഒരുപക്ഷെ സാധാരണ ഏതെങ്കിലും വിധത്തിൽ നമ്മളെ വശീകരിപ്പാൻ, ഇല്ലാതാക്കാൻ വേണ്ടി അവൻ പരിശ്രമിക്കും. ഒന്നുകിൽ അത് കഷ്ടതയിലൂടെ ആയിരിക്കാം, രോഗത്തിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ ദണ്ഡനായിരിക്കാം. അവനറിയാം ഒരു മനുഷ്യനെ എങ്ങനെ പരാജയപ്പെടുത്താമെന്ന്, എങ്ങനെ നമ്മുടെ ഏകാഗ്രത നമ്മളെ നഷ്ടപ്പെടുത്തി കളയാമെന്ന്. രാത്രിയിൽ നമുക്ക് പറയാൻ, കർത്താവേ, ഞങ്ങളെ ദുഷ്ടന്റെ ചതിയിൽപ്പെടുത്താതെ, അവൻ്റെ വശീകരണത്തിൽപ്പെടുത്താതെ അങ്ങയുടെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ നയിക്കണമേ. ഏകാഗ്രത നമ്മളിതയുള്ള നിർമ്മലകനിയായി കാണപ്പെടുവാൻ സ്വർഗം നിങ്ങളെ സഹായിക്കണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ എടുക്കുന്നില്ല. ദൈവം വെച്ചാൽ നാളെ ബാക്കിയുള്ള ഭാഗങ്ങൾ എടുക്കുന്നതായിരിക്കും. രാത്രി ഏൽപ്പിച്ചു കൊടുക്കാം. ഒരു ഭാഗത്ത് ലോകസ്നേഹത്തിൻ്റെ പൈശാചികതയുടെ ഇവിടെ മാത്രം നിക്ഷേപം കരുതി വെക്കുന്നവരുടെ നാശം വെളിപ്പെടുത്തുമ്പോൾ, മറുഭാഗത്ത് ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന നിർമ്മലകന്യകയെ പോലുള്ള വിശുദ്ധന്മാരുടെ കൂട്ടത്തെ ദൈവം നിക്ഷേപമാക്കി പുതിയ ആകാശ പുതിയവുമിലേക്ക് കൊണ്ടുപോകും എന്നുള്ളതാണ് നാം പഠിച്ച് മനസ്സിലാക്കാൻ പോകുന്നത്. അതിനെ നാന്ദി കുറിച്ചുകൊണ്ടുള്ള സംഭവങ്ങളാണ് പ്രതികാര ദിവസത്തോടെ ബന്ധത്തിൽ, സേനാ ദിവസത്തോടെ ബന്ധത്തിൽ, കല്യാണ നാളുള്ള ബന്ധത്തിൽ, മനുഷ്യത്വം വെളിപ്പെടുന്ന നാളുള്ള ബന്ധത്തിൽ, കൂടാര പെരുന്നാളുള്ള ബന്ധത്തിൽ, ഒടുക്കത്തെ നാളുള്ള ബന്ധത്തിൽ, അവസാനമായി ഉണ്ടാക്കുവാനുള്ള ദിവസത്തിൽ, ഇതുവരെയും ഉണ്ടാക്കപ്പെടാത്ത പുതിയ ആകാശ പുതിയ ഭൂമിയിൽ ദൈവത്തിൻ്റെ വാസം മനുഷ്യരോടൊത്ത് വസിക്കുന്ന ദിവസം ഉണ്ടാക്കുവാനുള്ള ദിവസമാണ്. ദൈവം ആ ദിവസത്തെ ഉണ്ടാക്കും. അതിനായി നമുക്ക് കാത്തിരിക്കാൻ, നമ്മളെ രക്ഷിച്ച ദൈവത്തിന് കോടാനുകോടി സ്തോത്രം അർപ്പിച്ചുകൊണ്ട് രാത്രിയിൽ ദൈവങ്ങളെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ ഏകാഗ്രതയും നിർമ്മലതയും വിട്ടുപോകാതെ കുഞ്ഞാടിൻ്റെ നിർമ്മലകനിയായി തിരുവാൻ, വിവാഹം നിശ്ചയം ചെയ്തിരിക്കുന്ന ആ പരിശുദ്ധാത്മാവിൻ്റെ ഹിതത്തിനനുസരിച്ച് ജീവിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തെ ദൈവത്തിന് സമർപ്പിക്കാം. നമ്മുടെ തലമുറകൾ, നമ്മുടെ പ്രിയപ്പെട്ടവർ ആരും തന്നെ ഈ സ്വർഗീയ പരമ്പരയിൽ നിന്ന് അന്യപ്പെട്ടു പോകാതിരിക്കുവാൻ ദൈവത്തോട് താണു വീണ് അപേക്ഷിക്കാം. കർത്താവ് വരുമ്പോൾ അവനോടുകൂടി എടുക്കപ്പെടുവാൻ സ്വർഗം നമ്മെ സഹായിക്കട്ടെ. അവൻ്റെ ഏറ്റവും അതിശ്രേഷ്ഠമായിരിക്കുന്ന, നിശ്ചയമായിരിക്കുന്ന അവൻ്റെ മണവാട്ടിയെ ചേർക്കുവാൻ യേശു വരുന്നുള്ള ദൂത് ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ബൈബിൾ പഠനത്തെ വിരാമിടുന്നു. കർത്താവ് നമ്മെ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.